ഗ്രാമപഞ്ചായത്തിൽ നിന്നും നമ്മുടെ പള്ളി ഉൾപ്പെട്ട് നിൽക്കുന്ന 22-ാം വാർഡിൽ നിന്നും ബഹുഭൂരിപക്ഷത്തോടെ വിജയിച്ച നമ്മുടെ ഇടവകാംഗമായ ശ്രീ PG ജേക്കബിനെ ഇപ്പോൾ കൈസ്ഥാന സമിതി തീരുമാനപ്രകാരം അനുമോദിക്കുകയാണ്. അതിന് നേതൃത്വം നൽകുവാനായി ബഹുമാനിതനായ അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട MP സാമുവൽ അച്ഛൻ, നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മാസം ഇവിടെ കേരളത്തിൽ നടക്കുവാനായിട്ടൊക്കെ ഇടയായിത്തീർന്നു. നമ്മുടെ സഭയിൽ തന്നെ 200-ലധികം പ്രതിനിധികൾ വിജയിച്ചു. അവർക്ക് ഉള്ളൊരു അനുമോദന മീറ്റിംഗൊക്കെ സഭയായിട്ട് 6-ാം തീയതി തിരുവല്ലയിൽ വെച്ച് നടത്തുകയും ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ ഇടവകയിൽ നിന്ന് പ്രിയപ്പെട്ട PG ജേക്കബ് ചാൻ നല്ല ഭൂരിപക്ഷത്തിൽ പ്രദേശ സാർ ഓർമ്മിപ്പിച്ച പോലെ തന്നെ ഈ ഇടവക നിൽക്കുന്നതായിട്ടുള്ള വാർഡിൽ നിന്ന് വിജയിക്കുവാനായിട്ട് ദൈവം അവസരം നൽകി. അതിന് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. അത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള ഒരു സമയം കൂടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇടമുളക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ അവസാന ടൈമിൽ അദ്ദേഹം പ്രസിഡൻ്റ് ആകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതുകൊണ്ട് കൂടുതൽ ഉത്തരവാദിത്വം ദൈവം ഏൽപ്പിക്കുമ്പോൾ കൂടുതൽ വിനയപ്പെടുവാൻ തക്കവണ്ണം സഹായിക്കണം. അതേത് പദവിയിലിരുന്നവരാണെങ്കിലും ആ കാര്യം ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. എത്രമാത്രം പദവിയിലിരുന്നാലും അത്രമാത്രം ഭൂമിയോളം കുനിയുവാനായിട്ട് ഇടയായിത്തീരണം എന്നുള്ളതാണ്. അല്ലാത്തതൊക്കെ ജനം തള്ളിക്കളയും, അല്ലാത്തവരെയൊക്കെ ദൈവം മാനിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ രാഷ്ട്രീയ രംഗമാകുമ്പോൾ നമുക്കറിയാം, തീർച്ചയായിട്ടും ഒരുപാട് പ്രതിഷേധങ്ങളും ഒരുപാട് ആരോപണങ്ങളൊക്കെ കേൾക്കാനായിട്ട് സാധ്യതയുള്ള ഒരു മേഖലയാണ്. എന്നാൽ ദൈവകൃപയെ ശരണപ്പെട്ടുകൊണ്ട് വിശ്വസ്തയോടെ പ്രാർത്ഥനയോടെ ജനത്തിന് ആവശ്യമായ നേതൃത്വം, അവർക്ക് അനുഗ്രഹകരമാകുന്ന ശുശ്രൂഷ നിർവഹിക്കാൻ തക്കോണം പ്രിയ PG ജേക്കബ് ചാനെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കൈസ്ഥാന സമിതിയുടെ തീരുമാനപ്രകാരം പ്രിയ ജേക്കബ് ചാൻ്റെ മെമൻറ്റോ ഈ സമയത്ത് നൽകുന്നു. ദൈവം കൂടുതലായിട്ട് ജനങ്ങൾക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിർവഹിക്കാൻ തക്കോണം ദൈവം ഇടത്ത് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ പ്രാർത്ഥനയും ആശംസയും ഈ സമയത്ത് നേരുന്നു. ദൈവം പ്രിയമകനെ കുടുംബമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട MP സാമുവൽ അച്ഛനും ഇടവക ചുമതലക്കാരും എല്ലാവരും കൂടെ ചേർന്ന് ഇപ്പോൾ ഈ സമയത്ത് പ്രിയ ജേക്കബ് ചാൻ ഇത് നൽകുന്നതായിരിക്കും. മുമ്പോട്ട് വരണം. ഡോക്ടർ MP സാമുവൽ അച്ഛൻ, അതുപോലെ നമ്മുടെ പ്രിയങ്കരനായ ഈ ഇടവകയുടെ വികാരി ജസിൻ ടോം അച്ഛൻ, ഇതിൻ്റെ ഇടവക ചുമതലക്കാർ, എൻ്റെ പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, കഴിഞ്ഞ 9-ാം തീയതി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും അന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 13-ാം തീയതി വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും പോലെ തന്നെ ഒരു വലിയ വിജയം കൈവരിച്ചു. അത് എൻ്റെ മാത്രം പ്രാർത്ഥനയല്ല, ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ജാതി മതഭേദമന്യേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു. എന്നെ വളരെയധികം സഹായിച്ച, സാമ്പത്തികമായി സഹായിച്ചവരുണ്ട്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വന്ന് എനിക്കൊരു വോട്ട് തരാൻ വേണ്ടിയിട്ട് ഈ പ്രദേശത്ത് വന്ന ആൾക്കാരെ എനിക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. കാരണം അന്ന് ചില പ്രയാസങ്ങളുണ്ടായി. ഇലക്ഷൻ്റെ തലേന്ന് ഫ്ലൈറ്റുകളൊക്കെ ക്യാൻസലായപ്പോൾ യൂറോപ്പിൽ നിന്നും ബോംബെയിൽ ഒരാവശ്യത്തിന് വേണ്ടി വന്ന ഒരു വ്യക്തിക്ക് എനിക്കൊരു വോട്ടിടണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അതിന് ഡേറ്റും കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി വെക്കുകയും, എന്നാൽ അദ്ദേഹം ടിക്കറ്റ് എടുത്തു. ആ ടിക്കറ്റ് ക്യാൻസലായി പോയപ്പോൾ എന്നെ വിളിച്ച് വളരെ പ്രയാസത്തോടുകൂടി പറഞ്ഞു, അച്ഛാ എനിക്കിങ്ങനൊരു സംഭവമുണ്ട്, എന്ത് ചെയ്യുമെന്ന്. ഞാൻ പറഞ്ഞു, ദൈവം തമ്പുരാൻ ഇത്രയൊക്കെ ആക്കിയില്ലേ, നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. എന്നാൽ തക്ക സമയത്ത് ദൈവം വഴി തുറന്നു. ആ വ്യക്തി വന്ന് എനിക്ക് വോട്ടിട്ട് സന്തോഷത്തോട് എന്നെ കൈ തന്നിട്ട് പോയി. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന പല വ്യക്തികളുമുണ്ട്. വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള മുൻപ് യുവജനസഖ്യ അംഗങ്ങളായിട്ടിരുന്ന പല ആളുകളും എനിക്ക് വേണ്ടി വോട്ട് ക്യാൻവാസ് ചെയ്തവരുണ്ട്. ഈ ഇരിക്കുന്ന പൊടി കുഞ്ഞുങ്ങൾ മുതൽ എനിക്ക് വേണ്ടിയിട്ട് അധ്വാനിച്ച
പ്രവർത്തിച്ച അനേകായിരങ്ങൾക്ക് നന്ദി പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. നമ്മുടെ പ്രിയപ്പെട്ട അച്ഛൻ, ഇതിന് മുമ്പിരുന്ന നമ്മുടെ ബിനു ശാമുവലച്ഛൻ, അച്ഛൻ എന്നോടൊരു കാര്യം ചോദിച്ചു. ജേക്കപ്പച്ചായ, ഈ മത്സരത്തിന് നമ്മുടെ പള്ളിയിൽ നിന്ന് വേറെ ആരും ഇല്ലല്ലോ, പള്ളിയിൽ നിന്ന് വേറെ ആരും ഉണ്ടാവരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥനയെന്ന് പറഞ്ഞു. കാരണം ഈ പള്ളിയിൽ നിന്ന് തന്നെ 2 പേര് മത്സരിച്ചാലുണ്ടാകുന്ന പ്രയാസം അച്ഛന് ധർമ്മസങ്കടത്തിലാക്കും. അതറിയാവുന്ന കാര്യങ്ങളാണല്ലോ. പിന്നെ ഞാനൊരു കാര്യം പറയാനുള്ളത്, കഴിഞ്ഞ 21-ാം തീയതി ഞാൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തതാണ്. അതിനുശേഷം കഴിഞ്ഞ കാലങ്ങൾ രാഷ്ട്രീയമായി നമ്മൾ മത്സരിച്ചതുപോലല്ല. ഈ 21-ാം തീയതിക്ക് ശേഷം എന്നെ എതിർത്തവരുടെയും എനിക്ക് എതിരെ പ്രവർത്തിച്ചവരുടെയും എല്ലാവരുടെയും വാർഡ് മെമ്പറാണ് ഞാൻ. എനിക്ക് പ്രത്യേകിച്ച് ഒരു ഈഗോയോ അങ്ങനെയൊന്നുമില്ല. ഈ വാർഡിലുള്ള എൻ്റെ ഈ പറയുന്ന ആൾക്കാർക്ക് ഏതൊരാവശ്യം വന്നാലും നിങ്ങൾ തിരക്കി എൻ്റെ അരികിലോട്ട് വരണ്ട, ഞാൻ നിങ്ങളുടെ അരികിലോട്ട് വരാൻ തയ്യാറാണ്. കാരണം ദൈവം എന്നെ നടത്തിയത് കഴിഞ്ഞ 10 വർഷക്കാലം ഞാൻ എൻ്റെ ഉപജീവന മാർഗത്തിനുള്ള വഴിയൊക്കെ കണ്ട് ഈ കഴിഞ്ഞ 2016 മുതലാണ് ഞാൻ ഇവിടെ കേരളത്തിൽ സ്ഥിരമായിട്ട് നിൽക്കുന്നത്. അതിന് 38 വർഷക്കാലം ഗുജറാത്തിൻ്റെ പല മേഖലകളിൽ അല്ലെങ്കിൽ പല രാജ്യങ്ങളിൽ ഞാൻ സന്ദർശിച്ചു. അപ്പോഴെല്ലാം ഞാൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം ഓടി വന്ന് ഞാനിവിടെ പ്രവർത്തിക്കുന്ന ഒരു രീതിയായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ട് ഈ ഈ പെരുമണ്ണൂരിൻ്റെയും മറ്റ് പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് ദൈവം അവസരം തന്നു. അത് ഞാനൊരു പൊതുപ്രവർത്തകനായിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ ഒരു ജനപ്രതിനിധിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഞാൻ സത്യപ്രതിജ്ഞ ചൊല്ലിയത് വെറും വാക്കായിരിക്കില്ല. നിങ്ങളുടെ ഓരോ ആവശ്യത്തിനും ഏത് സമയത്ത് എപ്പോഴെന്നെ വിളിച്ചാലും ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്നാണ് പറയാനുള്ളത്. പിന്നെ ഈ പലർക്കും പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പല ഊഹാപോഹങ്ങളൊക്കെ ഉണ്ട്. ഈ പെൻഷൻ മേടിക്കുന്ന പല ആൾക്കാരും ഉണ്ട്. ഈ അഭ്യൂഹങ്ങൾക്കൊന്നും വഴിവെക്കണ്ട. നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിയമപരമായിട്ട് അതിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കാരണം ഇവിടെ പല പെൻഷൻ മേടിക്കുന്ന ആൾക്കാരും ആർക്കോ ഒരാൾക്കൊരു നോട്ടീസ് വന്നു, ഈ വാർഷിക വരുമാനം കൊടുക്കണമെന്നും വേണ്ട. അങ്ങനെ ആവശ്യപ്പെടുന്നവർ മാത്രം കൊടുത്താൽ മതി. അനാവശ്യമായിട്ട് ആരും ഒന്നിനും ധൃതി കൂട്ടണ്ട. ഏതൊരാവശ്യം ഉണ്ടെങ്കിലും ഞാൻ ആ പഞ്ചായത്തിലെ സെക്രട്ടറിയോടും ഉദ്യോഗസ്ഥരോടും പറഞ്ഞിരിക്കുന്നത്, എൻ്റെ വാർഡിലുള്ള ആരുടെയെങ്കിലും ആനുകൂല്യം മുടങ്ങുകയാണെങ്കിൽ അത് എന്നെ അറിയിച്ചിട്ട് മാത്രമേ മുടക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം പല ആൾക്കാരും ഈ പല വയോജനങ്ങളായിട്ടുള്ള ആൾക്കാർക്ക് ഈ വരുമാനം മാത്രമാണ് അവരുടെ സപ്പോർട്ട്. അതുകൊണ്ട് അത് മുടങ്ങിപ്പോയാൽ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങൾ എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സന്ദർഭം വരുവാണെങ്കിൽ എന്നെ അറിയിക്കണമെന്ന് ഞാൻ അവരോട് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ലെറ്റർ കിട്ടി. അതിൽ 5 പേര് മാത്രമേ നമ്മുടെ ഈ വാർഡിൽ നിന്നും വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടതായിട്ടുള്ളൂ. ആ 5 പേരെയും ഞാൻ ബന്ധപ്പെട്ടിട്ടുണ്ട്. അല്ലാതെ ഉള്ള ആൾക്കാരും ധൃതി പിടിക്കേണ്ട കാര്യമില്ല. ആരുടെയും പെൻഷൻ മുടങ്ങത്തുമില്ല. അങ്ങനെ എന്തൊരു ആവശ്യമുണ്ടെങ്കിലും ഏതൊരു ആവശ്യമുണ്ടെങ്കിലും ഞാനിത് നമ്മുടെ പള്ളിയിൽ മാത്രമല്ല പൊതുസമൂഹത്തോട് മൊത്തവും ഞാൻ അറിയിക്കുന്നതായിരിക്കും. കാരണം എന്നെ തിരഞ്ഞെടുപ്പ് വിട്ടിരിക്കുന്നത് നമ്മുടെ പള്ളിക്കാർ മാത്രമല്ല. ഇനി വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, എൻ്റെ വാർഡ് അല്ല എങ്കിൽ എനിക്ക് ഔദ്യോഗികമായിട്ട് എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈ പള്ളിയിലുള്ളതായാലും ആരായിരുന്നാലും പറഞ്ഞാൽ തീർച്ചയായിട്ടും. എന്നെ എതിർത്ത ആൾക്കാരുണ്ട്, എൻ്റെ പോസ്റ്റർ വലിച്ചു കീറി കളഞ്ഞ ആൾക്കാരുണ്ട്, എൻ്റെ ഫ്ലക്സ് നശിപ്പിച്ചവരുണ്ട്. പക്ഷേ അവരോടൊന്നും എനിക്കൊരു പരിഭവമില്ല. അവർക്കാണ് ഞാൻ ആദ്യമായിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരെ ആയിരിക്കും ഞാൻ ചേർത്ത് നിർത്തുന്നത്. കാരണം ഇനി ശത്രുതയില്ല. ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ മെത്രാപ്പോലീത്ത തിരുമേനി അന്ന് അവിടെ സ്വീകരണം കൊടുത്തപ്പോൾ ഞങ്ങളൊരു വാക്ക് പറഞ്ഞിരുന്നു, നിങ്ങൾ ഇനി മുതൽ വാർഡ് മെമ്പർമാരാണ്, നിങ്ങൾ സഭയുടെയോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിയുടെ പ്രവർത്തകരല്ല എന്നാണ് പറഞ്ഞത്. സമയം അധികമായി പോയി. കാരണം ഇത്രയെങ്കിലും എന്നെ സഹായിച്ചവരോട് എനിക്ക് ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള പ്രയാസം കൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞു പോയത്. എല്ലാവരോടും ഈ നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛനോടും ഈ സംഘടനകളുടെ എല്ലാ സംഘടനകൾക്കും എൻ്റെ പ്രത്യേകമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ അവസാന തീയതി 21-ാം തീയതി ആവുന്നല്ലോ, 4 മണിക്ക്. അതിനു മുമ്പ് എന്തെങ്കിലും തിരുത്തലുകളുണ്ടെങ്കിൽ എന്നെ മുൻകൂട്ടി അറിയിക്കേണ്ടതാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. പനവേലി ഇടവ മിഷൻ്റെ ഒരു അറിയിപ്പുള്ളതെന്ന് അറിയിക്കട്ടെ.
പനവേൽ ബദേൽ ഇടവ മിഷൻ്റെ നേതൃത്വത്തിൽ ഹോളി ലാൻഡിലേക്കൊരു ട്രിപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. മാർച്ച് മാസം 8-ാം തീയതി മുതലാണത് പ്ലാൻ ചെയ്യുന്നവർ. കുറച്ച് ആളുകൾ കൂടെ സീറ്റുണ്ട് എന്ന് ഇന്നലെ അച്ഛൻ വിളിച്ച് അറിയിച്ചു. നിങ്ങൾ നമ്മുടെ ഇടവകയിൽ നിന്ന് ആർക്കെങ്കിലും പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ അത് അറിയിച്ചാൽ നല്ലതാണ്. ഹോളി ലാൻഡിൽ ഈജിപ്റ്റ്, ജോർദാൻ, പാലസ്തീൻ, ബേത്ലഹേം തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രയാണ്. എമൗണ്ടൊക്കെ വളരെ കുറവാണെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ എങ്കിലും ഒരവസരമാണ്. പൈസ ഉണ്ടെങ്കിൽ പോകാനായിട്ട് പറ്റുമെങ്കിൽ, താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പോകുന്നത് നല്ലതാണ്. ദേശമൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വരുന്നത്, കർത്താവ് സഞ്ചരിച്ച വഴികളിലൂടെയൊക്കെ ഒന്ന് പോകാനായിട്ടൊക്കെ സാധിക്കുമെങ്കിൽ നല്ലതാണ്. ഏകദേശം 1,75,000 രൂപ ഒരാൾക്ക് ആവുന്നതാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ അവിടുത്തെ അച്ഛനെ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. പ്രത്യേകമായിട്ട് ഓർപ്പിക്കട്ടെ. ഇവൻ്റ് സഖ്യത്തിൻ്റെ ഒരു സ്റ്റോള് ഇവിടെ കൺവെൻഷനോടനുബന്ധിച്ച് ക്രമീകരിച്ചിട്ടുണ്ടല്ലോ. ആ സ്റ്റോളിൽ ഒന്ന് സന്ദർശിക്കുകയും അവരെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. നമ്മുടെ നോമ്പ് നമസ്കാരക്രമം മേടിച്ചിട്ടില്ലാത്തവർ, പ്രത്യേകിച്ച് ചുമന്ന ബുക്കല്ല, അല്ലാതെ ഒരു 2 വർഷമായിട്ട് സഭ ഉപയോഗിക്കുന്ന ബുക്കുണ്ട്. അതവിടെ ഉണ്ട്, കുറച്ചേ ഉള്ളൂ. എന്നാൽ മേടിക്കാൻ ഉള്ളവർ ഞാൻ അടുത്ത ആഴ്ച അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാം. അതായിരിക്കും ഈ വർഷങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റേ ബുക്ക് ഇപ്പം നിലവിലില്ല, ആ കാര്യം മനസ്സിലാക്കുക. അതുകൊണ്ട് വലിയ നോമ്പ് നമസ്കാരക്രമം എന്ന് പറഞ്ഞൊരു ബുക്ക് സഭയായിട്ട് 2 വർഷമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. ആ ബുക്ക് എല്ലാവരും മേടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് സ്നേഹത്തോട് ഓർമ്മിക്കട്ടെ. വേദപഠന സഹായി ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നേതൃത്വത്തിലാണ് അത് ക്രമീകരിക്കപ്പെടുന്നത്. ഈ ദിവസങ്ങളിലൊക്കെ അച്ഛൻ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരങ്ങൾ പറയുന്നതായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കട്ടെ. കഴിഞ്ഞ ദിവസം വിവാഹം കഴിഞ്ഞ നമ്മുടെ നവദമ്പതികൾ ബിബിൻ ബോസ്, സുബി ബാബു, മലവിള വീട് വന്നിട്ടുണ്ടല്ലോ. ഒന്ന് സുബി എന്തി, 2 പേരും മുമ്പോട്ട് വന്നാട്ടെ. സിബി ജീനയുണ്ടോ? വന്നില്ല. അപ്പോൾ അവരെ അടുത്ത ആഴ്ച. അപ്പം ബിബിനും സുബിയും മുമ്പോട്ട് വന്നാട്ടെ. രണ്ടുപേരേക്കും അനുഗ്രഹകരമായ ഒരു കുടുംബജീവിതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് സുബിയെ പുല്ലങ്കോട് സെൻറ് തോമസ് മാർത്തോമ ഇടവകയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. രണ്ടുപേരും കുടുംബ ജീവിതം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും. താങ്ക് യു. നമ്മൾ ലിബിൻ പൊന്നച്ചനച്ചൻ ഒരു ദിവസം ഇവിടെ വന്ന് നമ്മൾ അവരുടെ പള്ളി പണിയുമായിട്ടുള്ള ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിച്ചായിരുന്നല്ലോ. ഈ ദിവസങ്ങളിൽ ആരെങ്കിലും അതിനെ സഹായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, താല്പര്യപ്പെടുന്നതല്ല, നമ്മുടെ ഒരു കോൺട്രിബ്യൂഷൻ അച്ഛന് നൽകണം. അത് പ്രത്യേകമായിട്ട് ഓർക്കണം. ഈ ദിവസങ്ങളൊക്കെ അത് നൽകാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ചുമതലക്കാരെ അത് ഏൽപ്പിക്കണം എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മിക്കുന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട MP സമ്മൽ അച്ഛൻ വേദപഠന സഹായത്തെക്കുറിച്ച്. ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെയും അതിൻ്റെ പ്രവർത്തനത്തെയും കുറിച്ച് ഞാൻ പോകുന്ന ഇടങ്ങളിൽ പറയാതിരിക്കുക സാധ്യമല്ലല്ലോ. ഞാൻ പ്രസംഗമധ്യേ അതിനോട് ചേർന്ന് പറയാം എന്നായിരുന്നു വിചാരിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ പ്രസ്താവനകളെല്ലാം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ പറയുന്നതാണ് നല്ലത് എന്ന് വിചാരിച്ച് മാത്രം നിൽക്കുന്നു. നമ്മുടെ കോട്ടയത്തുള്ള TMAM റിസർച്ച് ആൻഡ് ഓറിയൻറ്റേഷൻ സെൻറ്റർ എന്ന സ്ഥാപനത്തിൻ്റെ ചുമതലയാണ് ഇപ്പോൾ ഞാൻ നിർവഹിക്കുന്നത്. അതിൻ്റെ ഡയറക്ടറായിട്ടാണ് പ്രവർത്തിക്കുന്നത്. മാർത്തോമാ സഭയുടെ കഴിഞ്ഞ തലമുറയിലെ സഭാപിതാക്കന്മാർ, അതിലേറ്റവും പ്രശസ്തരായ 3 പേർ നമുക്കറിയാം. അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലിത്തയും ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനിയെ നമ്മൾക്കറിയാം. ഈ 2 തിരുമേനിമാരോടൊപ്പം മേൽപ്പെട്ടത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും ഇവർക്ക് മുൻപേ 1984 നവംബർ 27-ാം തീയതി കാല യവനികയ്ക്കുള്ളിൽ മറയുകയും ചെയ്ത അഭിമന്യ പിതാവാണ് ഡോക്ടർ തോമസ് മാർ അത്തനേഷ്യസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത. തിരുമേനിയുടെ സ്മരണ നിലനിർത്തുന്ന പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് TMAM റിസർച്ച് ആൻഡ് ഓറിയൻറ്റേഷൻ സെൻറ്റർ എന്ന് പറയുന്നത്. തോമസ് മാർ അത്തനേഷ്യസ് മെമ്മോറിയൽ റിസർച്ച് ആൻഡ് ഓറിയൻറ്റേഷൻ സെൻറ്റർ. ഈ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത, അല്ലാതെ മറ്റ് സ്ഥാപനങ്ങളെക്കുറിച്ചല്ല, അതിൻ്റെ പ്രത്യേകത പേരിനകത്ത് തന്നെയുണ്ട്. പഠനമാണ് പ്രധാനപ്പെട്ട കാര്യം. അഭിമന്യ തിരുമേനിക്ക് ഏറ്റവും പ്രത്യേക താല്പര്യമുണ്ടായിരുന്നത് അച്ഛന്മാരും സഭാജനങ്ങളും കൂടുതൽ പഠിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോഗ്രാമുകൾ ഈ സെൻറ്റർ നടത്തി വരുന്നു. അച്ഛന്മാർക്ക് ഇൻ സർവീസ് കോഴ്സസ് സാധാരണ നടത്തുന്ന ഈ പ്രോഗ്രാം ഉണ്ട്. 1-2 ആഴ്ചകളൊക്കെ നിൽക്കുന്ന താമസിച്ച് പഠിക്കുന്ന ക്രമീകരണങ്ങളുണ്ട്. ലേ പീപ്പിളിനെ സംബന്ധിച്ച് അവർക്ക് ലേ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ക്രമീകരിക്കാറുണ്ട്. ഭദ്രാസ് അതിൻ്റെ ചുമതലയിലും
വിവിധ ഇടങ്ങളിൽ ക്രമീകരിക്കാറുണ്ട്. ഇത്തരത്തിലുള്ള കോഴ്സുകളൊക്കെ നടത്തുന്നു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കും. എന്നാൽ സഭ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒരു ഡിവോഷൻ കം സ്റ്റഡി ബുക്കുണ്ട്. അത് പ്രതിദിന വേദപഠന സഹായം എന്നുള്ള മാർത്തോമാ സഭ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഡിവോഷൻ ബുക്ക്, പഠന പുസ്തകം, ധ്യാന പുസ്തകം ഇതാണ്. ഒരു വർഷം എല്ലാ ദിവസവും ക്രമീകൃതമായിട്ട് വേദപുസ്തകം പഠിക്കുന്നതിനുള്ള ഒരു ക്രമമാണ് ഇത് ചെയ്യുന്നത്. വർഷത്തിൽ 3 കോപ്പി 4 മാസത്തിലൊരിക്കൽ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കും. ഇതിൻ്റെ പഠന വിഷയം 3 ഇഷ്യൂസാണ് പ്രധാനമായിട്ടുള്ളത്. ഓരോ വർഷവും ഓരോ പ്രാവശ്യവും പ്രത്യേകമായ ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും പഠിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പതിപ്പ് സമാധാനം എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രക്ഷുബ്ധതകളുടെ മധ്യേ സമാധാനം എന്ന വിഷയം, ക്രിസ്ത്യൻ പീസിനെ കുറിച്ചാണ് ഇപ്പോൾ ഇതിനകത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ലക്കം സാധാരണ പഴയ നിയമത്തിലെ ഏതെങ്കിലും ഒരു പുസ്തകമായിരിക്കും പഠിക്കുക. അടുത്ത ലക്കം ഇനി മാർച്ച് മുതലുള്ള ലക്കം ഇറങ്ങുന്നത് യെഹെസ്കേൽ പ്രവാചകനെ കുറിച്ചാണ്. ഒരു ലക്കം പുതിയ നിയമത്തിലെ ഒരു പുസ്തകമായിരിക്കും. കഴിഞ്ഞ ലക്കം, ഇതിന് തൊട്ട് മുൻപുണ്ടായിരുന്ന ലക്കം സാർവത്രിക ലേഖനങ്ങളും ഇടയലേഖനങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ പഴയ നിയമത്തിലെ ഒരു പുസ്തകം, പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ, ഏതെങ്കിലും ഒരു ക്രിസ്തീയ വിഷയത്തെ ഇങ്ങനെ ഈ ക്രമീകൃതമായ രീതിയിൽ ഓരോ ദിവസവും ഉള്ള വേദപുസ്തക പഠനങ്ങളാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. മാർത്തോമാ സഭയിലെ എല്ലാ കുടുംബങ്ങളും ഈ പുസ്തകം വായിക്കുകയും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിലും നിങ്ങളുടെ വ്യക്തിപരമായ വേദപുസ്തക പഠനത്തിലും ഈ പുസ്തകത്തെ ഉപയോഗിക്കുകയും ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രതിദിന വേദപഠന സഹായം എന്നാണ് പേര്. ഇതിൻ്റെ വാർഷിക വരിസംഖ്യ 300 രൂപ മാത്രമാണ്. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ദിവസത്തേക്ക് 1 രൂപ പോലും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 300 രൂപ മാത്രമാണ് വാർഷിക വരിസംഖ്യ. മലയാളത്തിൽ മാത്രമല്ല, ഇംഗ്ലീഷിലും ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നുണ്ട്. എവറി ഡേ വിത്ത് ദ വേർഡ് എന്നാണ് ഇംഗ്ലീഷിൻ്റെ പതിപ്പിൻ്റെ പ്രസിദ്ധീകരണം. 2 പുസ്തകങ്ങളും ഒരേ വിഷയം, ഒരേ ടോപ്പിക്ക് തന്നെയായിരിക്കും ചർച്ച ചെയ്യുന്നത്. പക്ഷേ 2 ചിന്തകളും 2 പഠനങ്ങളുമാണ് ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ പുസ്തകം താല്പര്യമുള്ള ആളുകൾ നിങ്ങളുടെ അഡ്രസ്സും പണവും തന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അടുത്ത ലക്കം മുതൽ നിങ്ങളുടെ അഡ്രസ്സിൽ ഇത് എത്തിച്ചേരുന്നതായിരിക്കും. ആ രീതിയിൽ ക്രമീകരിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ ഇടവകയിൽ നിന്ന് അല്ല, ഒരുമിച്ച് ആരെങ്കിലും കളക്ട് ചെയ്യുകയാണെങ്കിൽ ഒരുമിച്ച് ഇത് അയച്ചു തരാം. ഈ രീതിയിൽ ഇതിൻ്റെ ക്രമീകരണങ്ങളിൽ നിങ്ങളൊന്ന് പങ്കുചേരണം എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കും. താങ്ക് യു. ഇന്ന് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പ്രിയ അച്ഛനെ സമീപിച്ചാൽ മതി. അതിന് വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്യുന്നതായിരിക്കും എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. വോട്ടേഴ്സ് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. സംഘടനകൾ വോട്ടേഴ്സ് ലിസ്റ്റ് ഇടാനുണ്ടെങ്കിൽ അത് ഈ ദിവസങ്ങളിൽ തന്നെ ഭരണഘടന പ്രകാരം ഇടാനായിട്ടുള്ള ക്രമീകരണം ചെയ്യേണ്ടതാണ് എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർമ്മിപ്പിക്കും. അപ്പോൾ നമ്മൾ ബ്രേക്കിനായിട്ട് പിരിയുകയാണ്. ഒരു 10:35 ആകുമ്പോൾ നമുക്ക് ഒരുമിച്ച് കൂടാം. അതിനുശേഷം പ്രിയ അച്ഛന് മുഖ്യ സന്ദേശം നൽകി നമുക്കെല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ടല്ലോ, അതിലൂടെ പങ്കെടുത്തതിന് ശേഷം മാത്രമേ എല്ലാവരും പോകാവൂ എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കട്ടെ. താങ്ക് യു. സൺഡേ സ്കൂൾ അധ്യാപകരൊന്ന് മുമ്പോട്ട് വരണം. ശാന്തമായിട്ട് ഇപ്പോൾ ബ്രേക്കിന് വേണ്ടി നമുക്ക് പിരിയാം. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളിൽ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളിൽ. ഇഹലോകമോ തരികിൽ
രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തൂകി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തൂകി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നങ്ങു മാറിടുമ്പോൾ, സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴങ്ങിടുമ്പോൾ, ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ, തകർക്കുമെന്ന് ഭീതിയും മുഴങ്ങിടുമ്പോൾ, പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ. കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവൻ യേശുനാഥൻ. കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞമ്മ ഫിലിപ്പ് പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദിവസത്തിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ വിശുദ്ധ ദിവസം കർത്താവെ, ഞങ്ങൾക്ക് നിന്റെ ആലയത്തിൽ വരുവാനും നിന്നെ പാടി പുകഴ്ത്തുവാനും സ്തുതിക്കുവാനും തിരുമേശയിൽ സംബന്ധിക്കുവാൻ കൊണ്ട് ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകിയതിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. മുറിക്കപ്പെടുന്നതാണ് ജീവിതത്തിൻ്റെ മഹത്വം എന്ന പ്രിയ അച്ഛനിൽ കൂടി ഞങ്ങളെ കേൾപ്പിച്ച വൻ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതം കർത്താവെ അനേകർക്ക് പ്രയോജനമുള്ളതായി തിരുവാന്തക്കണം അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കർത്താവെ അങ്ങയുടെ തിരുസന്നധിയിൽ വചനവുമായിട്ട് ഞങ്ങളടുത്ത് വന്നിരിക്കുന്നു കർത്താവെ. കഴിഞ്ഞ 3 ദിവസം കർത്താവെ തിരുവചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ അഭിഷിക്തന്മാരെ ഞങ്ങളുടെ മക്കൾ അയച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കനുസരിച്ച് ജീവിപ്പാനുള്ള കൃപ അടിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് തിരുവചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കുന്ന ഞങ്ങളുടെ ബഹുമാനപ്പെട്ട അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. ക്രൂശിന്റെ മറവിൽ കർത്താവെ അങ്ങയുടെ ദാസനെ എവിടെ നിന്ന് നിർത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിൽ കൂടി കർത്താവെ അഭിഷേകം ചെയ്യപ്പെട്ട ദൂതുകൾ ഞങ്ങളുടെ മധ്യത്തിൽ വിളമ്പുമ്പോൾ അത് സ്വീകരിപ്പാനും കർത്താവെ സമർപ്പണത്തോടെ ആലയത്തിൽ നിന്ന് പോകുവാൻ തൊക്കണം അവിടുന്ന് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു.
പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദാസരെ അവിടുന്ന് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട ജസ്നസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ. എൻ്റെ മകനെ ഇവിടുന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ. കുടുംബമായിട്ട് കർത്താവെ നിന്റെ ശുശ്രൂഷയിലായിരിക്കാൻ കൊണ്ട് ഇവിടുന്ന് കൊടുത്തിരിക്കുന്ന ഭാഗ്യത്തിനായിട്ട് സ്തോത്രം കർത്താവെ. തിരുസന്നിധിയിൽ തലകളെ ഉണക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വചനത്തിന് മുമ്പിലായിരിക്കുമ്പോൾ കർത്താവെ, വചനത്തിൽ കർത്താവെ, വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ വിനയപ്പെടുത്തുവാന്, വചനത്തിന് മുമ്പാകെ ഞങ്ങളെ തന്നെ സമർപ്പിപ്പാൻ തക്കണം അവിടുന്ന് ഞങ്ങൾക്ക് കൃപ നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ, നിന്റെ വചനം കേട്ട് കർത്താവെ ഞങ്ങൾ ലോകത്തിലേക്ക് പോകുമ്പോൾ നിന്റെ സാക്ഷികളായി ജീവിപ്പാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഇടവഹിക്കുക ദേശത്തിന്, സമൂഹത്തിന് അനുഗ്രഹപ്രദമായി ജീവിപ്പാൻ തക്കനിടയാക്കുന്നു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഈ വചനങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവെ. ഇന്ന് ആലയത്തിൽ കർത്താവെ തിരുസന്നിധിയിൽ തലകളെ ഉണക്കിയിരിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ബഹുമാനപ്പെട്ട എം പി സാമുവൽ അച്ഛൻ, പ്രിയമുള്ള ഇടവക ജനങ്ങളെ, നമ്മുടെ കൺവെൻഷൻ്റെ അവസാന ദിവസം വിശുദ്ധ കുർബാനയോട് അടുപ്പിച്ച് ഒരു പൊതുയോഗമായി ക്രമീകരിച്ച ഈ വർഷത്തെ കൺവെൻഷൻ ഇവിടെ അവസാനിക്കുകയാണല്ലോ. ഇത് വചനം കേൾക്കുവാനായിട്ടുള്ള സമയമാവുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങൾ കൂടുതലായിട്ട് പറയാനായിട്ട് സമയം എടുക്കുന്നില്ല. ബഹുമാനപ്പെട്ട അച്ഛൻ ഒരു വാക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നതാണ്. കഴിഞ്ഞ 3 ദിവസക്കാലം അനുഗ്രഹകരമായ ദൈവവചനം കേൾക്കുവാൻ ദൈവം നമ്മളെ എല്ലാവരെയും സഹായിച്ചു. അതിന് ദൈവത്തിന് നന്ദി കയറിയിട്ടുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ ദൈവം ഈ പ്രദേശത്തായിട്ട് ഇടവയ്ക്ക് വേണ്ടി ഒരുക്കി അയച്ചു. ദൈവത്തിന് നന്ദി. ഇന്നലെ വൈകുന്നേരം ബഹുമാനപ്പെട്ട ഡോക്ടർ എം പി സാമുവൽ അച്ഛൻ നമ്മുടെ 66ാമത് ഇടവക കൺവെൻഷൻ്റെ അവസാന രാത്രി യോഗത്തിന് അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകി. ഇസ്രായേൽ മക്കളുടെ ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ വളരെ ഭംഗിയായി ദൈവവചന വ്യാഖ്യാനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതെന്തുകൊണ്ട് അങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചനം നല്ലവണ്ണം പറയാൻ പഠിക്കുന്നവർക്ക് അതിന് കഴിയും എന്നുള്ളതാണ്. അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ബഹുമാനപ്പെട്ട അച്ഛന് ദൈവം നൽകി. മർത്തോമ സഭയിൽ വൈദികർക്ക് ഒരു ഡോക്ടറേറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. വൈദികർക്ക് മാത്രമല്ല, PhD എടുക്കുക അല്ലെങ്കിൽ DTH ചെയ്യുക എന്നൊക്കെ പറയുന്നത് അല്പം പ്രയാസമുള്ള കാര്യമാണ്. അത്രമാത്രം പഠനത്തിൽ സമർത്ഥനായവർക്ക് മാത്രം പറ്റുന്ന കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട എം പി സാമുവൽ അച്ഛൻ പഴയ നിയമത്തിലാണ് ഡോക്ടറേറ്റ് ഈ കഴിഞ്ഞ വർഷങ്ങൾ എടുക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അച്ഛൻ്റെ ബൈബിൾ സ്റ്റഡി പലതവണ ഞാൻ കേട്ടിട്ടുണ്ട്. അത് കൺവെൻഷൻ പ്രസംഗം ആദ്യമായിട്ടാണ് കേട്ടത്. വളരെ ഭംഗിയായിട്ട് ഞാൻ ഇന്നലെ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ അവസാന വർഷം ഞങ്ങൾക്കൊരു പ്രസംഗമുണ്ട് മലയാളത്തിൽ ചെയ്യുന്നത്. അത് ഈ വേദഭാഗത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പ്രസംഗിച്ചത്. എൻ്റെ ജീവിതാനുഭവങ്ങളൊക്കെ വെച്ചാണ്. എന്നാൽ ഇന്നലെ ഞാനത് കേട്ടപ്പോൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ളൊരു വ്യാഖ്യാനം ഒരു അച്ഛൻ്റെ ദൈവവചന ധ്യാനത്തിലൂടെ ഇന്നലെ കേൾക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഭംഗിയായിട്ട് അച്ഛൻ അത് നിർവഹിക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. അച്ഛൻ പ്രസംഗത്തിന് ശേഷം പരസ്യത്തിൽ ഓർമ്മിച്ചുകൊണ്ട് TMAM ഓറിയന്റേഷൻ സെന്ററിന്റെ ഡയറക്ടറായിട്ട് ബഹുമാനപ്പെട്ട ആളുകൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നു, ശുശ്രൂഷ ചെയ്യുന്നു. താന്നിലക്കൽ ഭദ്രാസനത്തിലെ കോട്ടവൻപാറ ബദൽ ഇടവക അംഗമാണ് ബഹുമാനപ്പെട്ട ഭാഗത്താണ് ഈ ദേവാലയമുള്ളത്. ഒരു ഗ്രാമപ്രദേശത്തിൽ ജനിച്ചു വളർന്ന് സഭയിൽ ഒരു വൈദികനായിരിക്കുവാനും അതിനോടൊപ്പം തന്നെ ഒരു അധ്യാപകനൊക്കെ ആയിരിക്കുവാനും തക്കണം ഈ നാൾ പ്രിയ അച്ഛനെ ദൈവം സഹായിക്കുന്നുണ്ട്. അതിന് ദൈവത്തിന് നന്ദി. കൊമ്പാടിയിൽ കുറച്ച് വർഷങ്ങൾ ബഹുമാനപ്പെട്ട അച്ഛൻ പഠിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ ഇന്നലെ ഓർമ്മിച്ചു, കുറച്ചു നേരം വന്നിട്ടില്ലായിരുന്നു. അച്ഛൻ്റെ കുടുംബം കൊച്ചമ്മ ഒരു അധ്യാപികയാണ്. മർത്തോമ സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. ആശ കൊച്ചമ്മ. മോൾ അലീത്ത MBBS പഠനത്തിന് ശേഷം ഹൗസ് സർജൻസി ഇപ്പോൾ ചെയ്യുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിലാണ് പഠനം പൂർത്തീകരിച്ചത്. മകൻ അമിത്, അവനും ഇപ്പോൾ
MBBS പഠനം ആരംഭിച്ചു. തമിഴ്നാട്ടിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ്റെ ശുശ്രൂഷയും അച്ഛൻ്റെ ഇടപെടലും അച്ഛൻ്റെ സ്നേഹവായ്പകളും ഒക്കെ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ എനിക്ക് കഴിഞ്ഞ നാളുകളിലൊക്കെ അനുഭവിക്കാനായിട്ട് സഹായിച്ചിട്ടുള്ള ഞാൻ ശുശ്രൂഷ ചെയ്ത കട്ടിക്കലരുവി ഇടവകയിലും ബഹുമാനപ്പെട്ട അച്ഛൻ ശുശ്രൂഷ അവിടെ നിന്നാണ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. ഞാൻ നിലമ്പൂരിന് ശേഷമാണ് അവിടെ ശുശ്രൂഷിക്കാൻ. അച്ഛൻ്റെ ശുശ്രൂഷ പ്രദേശത്ത് വളരെ അനുഗ്രഹകരമായി ഇന്നലെ ഓർമ്മിച്ച ഒരു വിദേശമായിട്ട് ബന്ധപ്പെട്ടാണ് അച്ഛനെ പരിചയപ്പെടുത്തുന്നത്. അച്ഛൻ്റെ കൂടെ ശുശ്രൂഷിക്കുവാനൊക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഈ നാളുകളിൽ നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. ഇങ്ങനെ നമ്മൾ പുതുതായിട്ട് പരിചയപ്പെടുന്നവരെ, നമ്മുടെ ഇടവകയിൽ വചനവുമായിട്ട് കടന്നു വന്നവരെ, ഇടവകയിൽ ശുശ്രൂഷ ചെയ്തവരെയൊക്കെ പ്രാർത്ഥനയിൽ പ്രത്യേകം ഓർക്കുക. നമ്മുടെ പ്രാർത്ഥന പ്രിയ അച്ഛൻ്റെ ശുശ്രൂഷയ്ക്ക്, അച്ഛൻ്റെ കുടുംബജീവിതത്തിൽ ഏറ്റവും ബലവും കരുത്തുമുള്ളതായ തീരുമാനം നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ഓർക്കണം, പ്രാർത്ഥിക്കണം. അച്ഛൻ്റെ ശുശ്രൂഷകളൊക്കെ ദൈവം തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഭാരിച്ച ഒരു ഉത്തരവാദിത്തമാണ് അച്ഛനെ ഓർമ്മിച്ചു. അത് വളരെ ദൈവത്തോട് ചേർന്ന് നിന്ന് ചെയ്യുവാൻ തക്കമാണ്. പ്രിയപ്പെട്ട അച്ഛനെ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇടവകയിൽ ഇന്നലെയും ഇന്നുമായിട്ട് ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്കും പ്രിയ അച്ഛന് നേതൃത്വം നൽകി. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ വളരെ സന്തോഷത്തോടുകൂടി പ്രിയപ്പെട്ട അച്ഛനെ നമ്മുടെ ഇടവകയിലേക്ക് സ്വാഗതം ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോരുത്തർക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തതാണ്. നമ്മുടെ ആരെയും പ്രത്യേകിച്ച് പേരെടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്തു. ഇന്ന് വന്നിട്ടുള്ള ഇടവക ചുമതലക്കാർ, സുവിശേഷകർ, അതുപോലെ ഗായക സംഘങ്ങൾ, സഖ്യങ്ങൾ, എല്ലാ സംഘടനകളുടെയും പ്രവർത്തകർ, ഇടവക ജനങ്ങൾ, നിങ്ങളെല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു കൺവെൻഷൻ ഇങ്ങനെ ആയിത്തീരണമെങ്കിൽ വളരെ പ്രയത്നം പ്രത്യക്ഷമായും പരോക്ഷമായും ഇതിന് പുറകിലുണ്ട്. അതിനൊരു വാക്ക് നന്ദി അവസാനം സെക്രട്ടറി അറിയിക്കുന്നതായിരിക്കും. ഇപ്പം ഞാൻ അതിനായിട്ട് മുതിരുന്നില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരാളുടെ പേര് ഞാൻ മാത്രം പറയുകയാണ്. എം സാമുവലച്ചൻ. എനിക്കൊരു അത്യാവശ്യം വന്നപ്പോൾ അച്ഛൻ തിരുമേനി അച്ഛനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചത്. അച്ഛൻ വളരെ ഭംഗിയായിട്ട് അത് ചെയ്യുവാനായിട്ട് 2 ദിവസം സഹായിച്ചു. പ്രത്യേകിച്ച് അച്ഛനോട് മാത്രം പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട MB സാമുവലച്ചൻ ഇപ്പോൾ ദൈവവചന ധ്യാനത്തിന് അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. പുല്ലങ്കോട് സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ ഈ വർഷത്തെ കൺവെൻഷൻ്റെ സമാപന കൂടിവരവുകളിൽ ദൈവവചനവുമായി നിൽക്കുവാൻ അവസരവും ഭാഗ്യവും ഒരുക്കിയ ദൈവത്തിന് പ്രത്യേകമായ നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച പ്രിയപ്പെട്ട ജസിനച്ചൻ, അച്ഛൻ്റെ സെമിനാരി കാലം മുതൽ അടുത്ത് അറിയുവാനും പരിചയപ്പെടുവാനും ലഭിച്ച ഒരു സന്തോഷവും സ്നേഹവും പങ്കിടുവാൻ ലഭിച്ച അവസരമുണ്ട്. ആ സൗഹൃദത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ അനുഗ്രഹകരമായ ശുശ്രൂഷ വിവിധയിടങ്ങളിൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാനിരുന്ന കട്ടിക്കലരുവി ഇടവക ഉൾപ്പെടെ വിവിധ ഇടവകളിൽ നേതൃത്വം നൽകുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ച് ഞാൻ ഓർപ്പിച്ചല്ലോ. തീർച്ചയായിട്ടും മാർത്തോമാ സഭയിൽ ഒരർത്ഥത്തിൽ അധികം ശ്രദ്ധ നമ്മുടെ ഒന്നും പറ്റാത്ത, അധികം ശ്രദ്ധ പിടിക്കാൻ പറ്റാത്ത ഒരു പ്രവർത്തന മേഖലയാണ് അത്. നമ്മുടെ ഒരു മിഷൻ ഫീൽഡ് എന്നൊക്കെ പറഞ്ഞാലും സുവിശേഷകർ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എളുപ്പമാണ് ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ. അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പ്രയാസമുള്ള ഒരിടത്താണ് ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ചലഞ്ചസ് ഉണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഓർക്കണമേ എന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കൂടുതൽ ആമുഖങ്ങളോ മുഖവുരകളോ കൂടാതെ തന്നെ ദൈവവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഒരുമിച്ചുള്ള ധ്യാനത്തിന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെശയ്യാപ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 7-ാം വാക്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 7-ാം വാക്യം. സമാധാനത്തെ ഘോഷിച്ച് നന്മയെ സുവിശേഷിക്കുകയും രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താദൂതൻ്റെ കാൽ
പർവ്വതങ്ങളിൽ എത്ര മനോഹരം. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള നിന്റെ ദിവ്യമായ ഉദ്ദേശം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ നിന്റെ വചനം ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് ഓർത്ത് സ്തോത്രം. ദൈവ വചനത്തിൻ്റെ സത്യങ്ങളെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ബോധത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളിൽ സംവേദനം ചെയ്യപ്പെടുന്ന ദൈവവചനത്തെ ഞങ്ങളുടെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ. ഞങ്ങളുടെ ദൈവം എങ്ങനെയുള്ള ദൈവമെന്നും ഞങ്ങളുടെ ദൈവം ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്നുവെന്നും സാക്ഷിക്കുന്ന ഒരു സമൂഹമായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ. ദൈവത്തിൻ്റെ വചനം ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ നിന്റെ ആത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ. ബലഹീനായ അടിയനോടുകൂടി അവിടുത്തെ സാന്നിധ്യം ഉണ്ടാവണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ചിന്തകളിൽ നിനക്ക് പ്രസാദിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. എൻ്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ എന്ന് തുടങ്ങുന്ന യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 1-ാം വാക്യം മുതൽ ഒരു പ്രത്യേക വിഭാഗമായിട്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66 അധ്യായങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ 39 അധ്യായങ്ങൾ വേദപണ്ഡിതാക്കൾ ഒന്നാമത്തെ യെശയ്യാവ്, അത് ഒരു കാലഘട്ടത്തിൽ പ്രവചിച്ച യെശയ്യാവിൻ്റെ പുസ്തകമാണെന്നും ബാക്കിയുള്ളത് മറ്റ് 2 കാലഘട്ടങ്ങളിലായിട്ടാണ് ക്രമപ്പെടുത്തിയത് എന്നും മനസ്സിലാക്കും. ഇതിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ മക്കളുടെ ജീവിത അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ദൈവവചനത്തെ നാം മനസ്സിലാക്കേണ്ടതും വ്യാഖ്യാനിക്കേണ്ടതും. ഞാൻ ഇന്നലെ എങ്ങനെ നമ്മൾ ദൈവവചനം പഠിക്കണം, ദൈവവചനത്തെ വായിക്കണം എന്ന് ഞാൻ പറയുകയുണ്ടായി. മലയാളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുണ്ട്, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് അതിൻ്റെ പേര്. ഇത് കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? മോഹൻലാലും സംയുക്ത വർമ്മയും കൂടി അഭിനയിച്ച ഒരു സിനിമയാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ആ സിനിമയിൽ മോഹൻലാൽ ഒരു അധ്യാപകനാണ്. ആ കഥ നിങ്ങളുടെ മനസ്സിൽ, ഞാൻ കഥ പറയുകയല്ല എൻ്റെ ഉദ്ദേശം. ആ അധ്യാപകനായ മോഹൻലാൽ ആദ്യമായിട്ട് ക്ലാസ് റൂമിലേക്ക് കയറി വരുന്നൊരു സീനുണ്ട്. കുട്ടികളെല്ലാം ആകെ അസ്വസ്ഥരായിട്ടിരിക്കുന്നു. മോഹൻലാൽ കുറേ ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്തിനാണ് പഠിക്കുന്നത്? അപ്പോൾ പിള്ളേർ പറയുന്നു, എന്താണ് പഠിച്ച് അല്ലല്ല, മാതാപിതാക്കളെ പ്രീതിപ്പെടുത്താനാണ്. അത് കേൾക്കുമ്പോൾ പിള്ളേർക്കെല്ലാം സന്തോഷമായി. എന്തിനാണ് പാഠപുസ്തകം? പഠിക്കാനാണെന്ന് പറഞ്ഞു. അല്ലല്ല, ചുമ്മിക്കൊണ്ട് നടക്കാനാണ്. ഈ രീതിയിലുള്ള കുറേ ഉത്തരങ്ങളൊക്കെ പറഞ്ഞ് പിള്ളേരെ കയ്യിലെടുത്തതിന് ശേഷം അദ്ദേഹം കുട്ടികളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഡെസ്കിൻ്റെ മുകളിൽ കയറി നിൽക്കുക. ഡെസ്കിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന കുഞ്ഞുങ്ങളോട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ നിന്ന് എന്നെ നോക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്നൊരു വാചകം ഇങ്ങനെയാ, നിങ്ങൾ നിൽക്കുന്ന ഇടം മാറിയാൽ നിങ്ങളുടെ കാഴ്ച മാറും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അടിസ്ഥാനപരമായ കാര്യം. നിങ്ങൾ നിൽക്കുന്ന ഇടം മാറിയാൽ നിങ്ങളുടെ വേദപുസ്തക വായനയിലും ഇത് പ്രസക്തമാണ്. എവിടെ നിന്ന് വായിക്കുന്നു എന്നത് വളരെ പ്രസക്തമാണ്. എങ്ങനെ വേദപുസ്തകത്തെ സമീപിക്കുന്നു എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ സന്ദേശത്തെ എങ്ങനെ സ്വീകരിക്കുന്നു എന്നതിന് പ്രസക്തമാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ സാധാരണ എൻ്റെ ക്ലാസ്സുകൾ, വേദപഠന ക്ലാസ്സുകളൊക്കെ വരുമ്പോൾ ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗത്തെ മുൻപോട്ട് കൊണ്ടുപോകാം. യേശു പറഞ്ഞ സുന്ദരമായ ഒരു ഉപമയാണ് നല്ല ശമരിയാക്കാരൻ്റെ കഥ. യേശു നല്ല എന്ന വാക്ക് ഉപയോഗിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ശമരിയാക്കാരൻ്റെ മുമ്പിൽ നല്ലതൊക്കെ ചേർത്താണ് പറയുന്നത്, അല്ലേ? എന്തുകൊണ്ടാണ് നമ്മൾ നല്ല ശമരിയാക്കാരൻ്റെ കഥയും മറ്റേ പുരോഹിതനും ലേവ്യനും, മോശം പുരോഹിതൻ്റെയും മോശം ലേവ്യൻ്റെയും കഥയാണോ അത് നമ്മൾ പറയുന്നത്? അത് പോട്ടെ, വിഷയം വേറെ ആയി പോകണ്ടെന്ന് വിചാരിച്ച്. ഈ ശമരിയാക്കാരൻ്റെ കഥ പറയുന്നത്, യേശുവിൻ്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ ഒരു ചോദ്യവുമായിട്ട് വരുന്നു. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ലൂക്കോസ് എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിലാണ് നമ്മൾ കാണുന്നത്. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത്? യേശു തിരിച്ച് 2 ചോദ്യം അവനോട് ചോദിച്ചു. ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു? അവിടെ നിൽക്കുന്നില്ല ചോദ്യം, അടുത്തൊരു അനക്സോഡ് ഉണ്ട്, ഒരു കൂട്ടിച്ചേർക്കലുണ്ട്. നീ എങ്ങനെ വായിക്കും? എന്താണ് അതിൻ്റെ അർത്ഥം?
യേശു ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചാൽ പോരായിരുന്നോ? ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പോരായിരുന്നോ? ഇവൻ തിരിച്ചുത്തരം പറയുന്നുണ്ട്. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്നും കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നും യേശു അവനോട് പറഞ്ഞു. നീ പറഞ്ഞ ഉത്തരം ശരി, പോയി അങ്ങനെ ചെയ്താൽ മതി. ഉടനെ അവൻ രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, എന്താണ്? ആരാണ് എൻ്റെ? അതിനുത്തരമാണ് യേശു ഈ കഥ പറഞ്ഞത്. ഈ കഥ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ കഥയിൽ മുറിവേറ്റ് കിടന്ന മനുഷ്യനെ അതുവഴി പോയ പുരോഹിതനും ലേവിനും തിരിഞ്ഞു നോക്കിയില്ല. കാരണം എന്നാ? എന്തുകൊണ്ടാണ് തിരിഞ്ഞു നോക്കാഞ്ഞേ? അവർ തമ്മിൽ പൂർവ്വവൈരാഗ്യമുണ്ടോ ഈ മുറിവേറ്റ് കിടക്കുന്നവനോട്? പിന്നെ എന്തുകൊണ്ടായിരിക്കും പുരോഹിതനും ലേവിനും മുറിവേറ്റവനെ തൊടാതെ പോയത്? നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഉത്തരവുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാണെന്ന് അവിടെ പറയുന്നില്ല, എന്നാലും എന്തുകൊണ്ടായിരിക്കും എന്നാണ് ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ ശബ്ദമുയർത്തി പറയാമെങ്കിൽ പറയാം. എന്തുകൊണ്ടായിരിക്കാം മുറിവേറ്റവനെ തൊടാതെ ഈ രണ്ടു പേർ പോയത്? ഞാൻ വായിച്ച് മനസ്സിലാക്കുന്ന ഒരൊറ്റ കാര്യം, സാധാരണ നിങ്ങളുടെ ഉത്തരം പ്രതീക്ഷിച്ചിനിയും സമയം മുൻപോട്ട് പോകണ്ടെന്ന് വിചാരിച്ചുകൊണ്ട്, മുറിവേറ്റവനെ അല്ലെങ്കിൽ മരണകാരനായ പുരോഹിതനും ലേവിനും അവൻ്റെ ജോലി ചെയ്യാൻ ഇവനെ തൊട്ടാൽ തങ്ങൾ അശുദ്ധരാണ് എന്ന ബോധം. ഈ ബോധം എവിടുന്ന് കിട്ടിയതാ? വേദപുസ്തകത്തിൽ നിന്ന് കിട്ടിയത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ രണ്ടു പേർ എന്തുകൊണ്ട് അവനെ തൊട്ടില്ല എന്നതിൻ്റെ ഉത്തരം, അവർ വേദപുസ്തകം വായിച്ചത് കൊണ്ട് അവനെ തൊട്ടില്ല എന്ന് പറയേണ്ടി വരും അല്ലേ? വേദപുസ്തകം വായിക്കാഞ്ഞുകൊണ്ടല്ല, വായിച്ചത് കൊണ്ട് അവനെ. എന്തുകൊണ്ട് ശമര്യൻ തൊട്ടു? അവൻ വേദപുസ്തകം വായിക്കാഞ്ഞുകൊണ്ട് തൊട്ടല്ല, അവനും വേദപുസ്തകം വായിച്ചത് കൊണ്ട് തൊട്ടു. പുരോഹിതനും ലേവിനും സ്ക്രിപ്ചറിനെ വായിച്ചത് അവരുടെ ജീവിതത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട്, അവർ നിൽക്കുന്ന ഇടത്ത് നിന്നുകൊണ്ടാണ് വായിച്ചത്. ശമര്യനും സ്ക്രിപ്ചറിനെ വായിച്ചത് മുറിവേറ്റ് കിടക്കുന്നവന്റെ വശത്ത് നിന്നുകൊണ്ടാണ് വായിച്ചത്. ഈ രണ്ട് അവർ നിന്ന് വായിച്ചത് എവിടെയാണെന്നുള്ള പ്രശ്നമാണ്. വേദപുസ്തകത്തിൽ നമുക്കെല്ലാവർക്കും ആവശ്യമുള്ളതുണ്ട്. നമ്മൾ എവിടെ നിന്ന് വായിക്കുന്നതനുസരിച്ചായിരിക്കുന്നത്. നമ്മൾ എവിടെ നിന്ന് വേദപുസ്തകത്തെ വായിക്കുന്നു എന്നതനുസരിച്ച് അതിൻ്റെ അർത്ഥം മാറും. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ന്യായപ്രമാണത്തിൽ എന്തെഴുതിയാലും എങ്ങനെ വായിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നതിനെ നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് സാധാരണ പറയും. അംബേദ്കറുടെ തന്നെ ഒരു വാക്ക് കൂട്ടിയവരുണ്ട്, ഏറ്റവും നല്ലൊരു ഭരണഘടനയാണ്, പക്ഷേ അത് ആര് കൈകാര്യം ചെയ്യുന്നതനുസരിച്ചിരിക്കും കുഴപ്പം. മനസ്സിലാവുന്നു? ഏത് കാര്യം അങ്ങനെ. വേദപുസ്തകത്തിന്റെ പ്രശ്നമല്ല, ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ എവിടെ നിന്ന് വായിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രശ്നം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം, നമ്മളോട് ചോദ്യം ചോദിക്കത്തക്കവണ്ണം വേദപുസ്തകത്തെ നമ്മുടെ ജീവിതത്തോട് ആ രീതിയിൽ നിന്നുകൊണ്ട്, അവരുടെ അനുഭവങ്ങൾക്കകത്ത് നിന്നുകൊണ്ട് വേദപുസ്തകത്തെ വായിക്കാൻ, നമ്മുടെ ചുവടുകൾ മാറ്റി നിർത്തി വേദപുസ്തകത്തെ വായിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ച് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾക്കകത്ത് ദൈവം ആരാണെന്ന് അവർ അറിഞ്ഞതാണ് വേദപുസ്തകം. നോക്കണം, വേദപുസ്തകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവജനം അവർ അനുഭവിച്ച ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് വേദപുസ്തകം. ദൈവജനം അവർ അനുഭവിച്ച ദൈവത്തെ, അവരുടെ ജീവിത അനുഭവങ്ങളിൽ അവർ അനുഭവിച്ച ദൈവത്തെ അവർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് ഈ വേദപുസ്തകത്തിനകത്ത്. പ്രിയമുള്ളവരെ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ പുറപ്പാട് സംഭവത്തിന്റെ തുടർച്ചയായ ചില കാര്യങ്ങളാണ് ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ചത്. ആ പുസ്തകം എഴുതപ്പെട്ട സാഹചര്യങ്ങളൊക്കെ വളരെ കാലത്തിന് ശേഷം, അത്തരം പഠനത്തിന്റെ ഗൗരവമായ തലങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, നിങ്ങളെ ആ രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുമില്ല. ഇന്ന് നാം വായിച്ചത് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ വളരെ
അവരെ കടന്നുപോയ ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ്. ഇസ്രായേലിൻ്റെ ചരിത്രം വേദപുസ്തകത്തിൽ പറയുന്നത് കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഞാൻ അതിൻ്റെ കൂടുതൽ പോയി. BC 587 നെബൂഖദ്നേസർ രാജാവ് ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദയെ ആക്രമിച്ച് കീഴടക്കുകയും യെരുശലേം ദേവാലയം നശിപ്പിക്കുകയും ചെയ്തു. ആ രാജ്യത്തെ ഏറ്റവും പ്രമുഖരായ കുറേ ആളുകളെ അടിമകളായിട്ട് അവർ പിടിച്ചുകൊണ്ടുപോയി, പ്രവാസികളായി പിടിച്ചുകൊണ്ട്, അടിമകൾ എന്ന് പറയട്ടെ, പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയി. നമ്മൾ ദാനിയേലിൻ്റെ പുസ്തകമൊക്കെ വായിക്കുമ്പോൾ പ്രവാസികളായി പിടിച്ചുകൊണ്ടുപോയ ആളുകളുടെ കഥകളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രവാസികളായി ഒരു പ്രമുഖരായ രാജാക്കന്മാരെയും പുരോഹിതന്മാരെയും അവരുടെ കുടുംബത്തിലുള്ളവരെയും ഒക്കെ ആ കാലത്ത് നേതൃത്വത്തിലുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ കൊണ്ടുപോയി. അതിനുശേഷം പ്രവാസ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കഴിഞ്ഞ ജനം തങ്ങളുടെ നാടിനെ ഓർത്ത്, തങ്ങൾക്ക് നഷ്ടപ്പെട്ട യെരുശലേമിനെ ഓർത്ത്, ദേവാലയത്തെ ഓർത്ത് വിലപിക്കുന്ന ഒരു ചിത്രം 137-ാം സങ്കീർത്തനമൊക്കെ നിങ്ങൾക്കറിയാം. ബാബേൽ നദിയുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു, അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു, ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് പാടും. ഇങ്ങനെ നമ്മൾ പറഞ്ഞു പാടുന്നു. അവരുടെ വേദനകളുടെ മധ്യത്തിൽ അവർ പാടിയ സങ്കീർത്തനമായിട്ട് അതിനെ നമ്മൾ കാണാം. അത് തുടരുന്നതിനിടയിൽ ഈ പ്രവാസത്തിൽ കഴിഞ്ഞ ജനതയെ അവരുടെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും അവരുടെ വിശ്വാസത്തിൽ ധൈര്യപ്പെടുത്തുകയും അവരെ പുതിയ അനുഭവത്തിലേക്ക് നയിക്കുകയും ചെയ്ത പല പ്രവാചകന്മാരുണ്ടെങ്കിൽ അതിലൊരു പ്രവാചകനാണ് യെശയ്യാവിൻ്റെ പുസ്തകം 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ എഴുതിയത്, അല്ലെങ്കിൽ അതിനകത്ത് പറയുന്ന സന്ദേശം പറഞ്ഞത് എന്ന് കരുതുന്നു. പ്രവാസത്തിൻ്റെ ജീവിത അനുഭവങ്ങളിൽ കഴിഞ്ഞ ജനത്തോടാണ് പ്രവാചകൻ ഇവിടെ സന്ദേശം പങ്കുവെക്കുന്നത്. പ്രവാസത്തിൻ്റെ പ്രതികൂലതകളിൽ കഴിഞ്ഞ ജനത്തോട് അവരെ ധൈര്യപ്പെടുത്തുകയും അവരെ വീണ്ടെടുക്കുകയും അവർക്ക് ആശ്വാസം പകരുകയും അവരെ ജീവന്റെ പുതിയ തലങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്ന സന്ദേശമാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നത്. നമ്മൾ വായിച്ച വേദഭാഗം 52-ാമത്തെ അധ്യായമാണ്. 52-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ഇതുവരെയുള്ള സന്ദേശത്തിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. 52-ാം അധ്യായം 1-ാം വാക്യം സിയോനെ ഉണരുക ഉണരുക എന്ന് പറഞ്ഞ് ആരംഭിക്കുന്നു. ദൈവജനത്തെ വിളിച്ചു പറയുക, നിങ്ങൾ ഉണരണം. ദൈവത്തിന്റെ വീണ്ടെടുപ്പിന്റെ സന്ദേശത്തെ സ്വീകരിക്കുവാൻ തക്കവണ്ണം ഉണരാൻ ഈ ജനത്തോട് പറയുകയാണ്. ദൈവിക വിടുതലിന്റെ സന്ദേശത്തെ പ്രഘോഷിച്ച് ദൈവജനത്തെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ഊർജ്ജസ്വലരായി നിൽക്കുവാൻ അവരെ ശക്തീകരിക്കുന്ന, പ്രേരിപ്പിക്കുന്ന സന്ദേശമാണ് ഇവിടെ കാണുന്നത്. 52-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം, ഞാൻ ഇന്ന് വായിച്ച വാക്യത്തിൽ ഒരു പ്രത്യേക ക്യാരക്ടറെ കാണുന്നു, ഒരു കഥാപാത്രം. ആരാണ്? മെസ്സഞ്ചർ, സുവാർത്ത ദൂതൻ. എന്താണ് ഈ സുവാർത്ത ദൂതന്റെ റോൾ? ആരാണ് ഈ സുവാർത്ത ദൂതൻ? ഇമേജ് ഓഫ് എ മെസ്സഞ്ചർ, ഒരു മെസ്സഞ്ചറിന്റെ രൂപം. നമ്മൾ ഇന്നത്തെ കാലത്തിൽ നിന്നിട്ട് മെസ്സഞ്ചറിനെ കുറിച്ച് പറഞ്ഞാൽ, അല്ലെങ്കിൽ സുവാർത്ത ദൂതനെ കുറിച്ച് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. പുരാതന കാലത്തിന്റെ ഒരു പ്രത്യേകതകൾ കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ പോലെ വാർത്താവിനിമയ സംവിധാനമൊന്നും ഇത്രയും പ്രചാരം നേടിയിട്ടില്ലാത്ത കാലം. ഇപ്പം നമുക്കറിയാം, ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന കാര്യങ്ങൾ നടക്കുന്ന അതേ നിമിഷം അവിടെയുള്ളവർ അറിയുന്നതിനേക്കാൾ മുൻപേ ഒരുപക്ഷെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ, വ്യത്യസ്ത സ്ഥലങ്ങളിൽ, നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ അറിയും. അത്തരത്തിൽ വാർത്താവിനിമയ സംവിധാനങ്ങൾ വളർന്നിരിക്കുന്ന, വികാസം പ്രാപിച്ചിരിക്കുന്ന ഒരു കാലത്തിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ അന്ന് അങ്ങനെയല്ല. യുദ്ധത്തിന് പോകുമ്പോൾ നമ്മൾക്കറിയാം, യുദ്ധത്തിന്റെ സന്ദേശങ്ങൾ, യുദ്ധമുഖത്ത് നിന്ന് സന്ദേശങ്ങൾ കൊണ്ടുവരുവാൻ പ്രത്യേക ആളുകളുണ്ട്. ശമൂവേലിന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആ കാലത്ത് ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്ത് യഹോവയുടെ പെട്ടകം പിടിച്ചു കൊണ്ടുപോയി എന്ന വാർത്ത അറിയിക്കാൻ ഓടി വരുന്നൊരു മനുഷ്യനെ അവർ കാണുന്നുണ്ട്. അവർ ഓടി വന്ന് ഏലി പുരോഹിതനോട് പറയുന്നു, യഹോവയുടെ പെട്ടകം പിടിച്ചുകൊണ്ടുപോയി, നിന്റെ മക്കൾ 2 പേരും ഹൊഫ്നിയും ഫിനെഹാസും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ഈ വാർത്ത കേട്ട് പുറകോട്ട് മറിഞ്ഞു വീണ്
കഴുത്തൊടിഞ്ഞ് മരിക്കുന്ന ഏലി പുരോഹിതനെ കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ പറഞ്ഞത്, യുദ്ധമുഖത്ത് നിന്ന് വാർത്ത കൊണ്ടുവരുന്ന ആളുകളാണ് സുവാർത്താ ദൂതി എന്ന് പറയും, അല്ലെങ്കിൽ മെസ്സഞ്ചേഴ്സ്. അവർ കൊണ്ടുവരുന്ന വാർത്തകൾ ചിലപ്പോൾ നല്ലതാകാം, ചിലപ്പോൾ പ്രതികൂലമാകാം, മോശമാകാം. എന്നാൽ ഇവിടെ പറയുന്നു സുവാർത്താ ദൂതി എന്ന് പറയുമ്പോൾ നല്ല വാർത്തകളുടെ. മാരത്തോൺ എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? എന്താണ് മാരത്തോൺ? എത്ര കിലോമീറ്ററാ മാരത്തോൺ ഓടുന്നതെന്ന് അറിയാം? എത്ര കിലോമീറ്ററാ? 26 മൈലാണ് മാരത്തോൺ എന്ന് പറയുന്നത്. 42 കിലോമീറ്റർ സംതിങ് വരും. എന്തിനാണ് ഈ കണക്ക് 26 മൈല്? ഒന്നില്ലെങ്കിൽ 25 ആക്കാൻ വയ്യ, ഒന്നില്ലെങ്കിൽ 50 ആക്കരുത്, 40 ആക്കുക. എന്തുകൊണ്ട് ഈ 26 മൈല് വന്നത്? ഇത് പുരാതന ഗ്രീക്കിൽ ഈ പേര് മാരത്തോൺ എന്ന പേരെങ്ങനെ വന്നത്? ഇതിന് മാരത്തോൺ എന്ന പേര് വന്നതും ഈ മൈല് നിശ്ചയിച്ചതും പുരാതന ഗ്രീക്ക് കാലഘട്ടത്തിലെ അവരുടെ ഒരു കഥയ്ക്കകത്തു നിന്നാണ്. പേർഷ്യയുമായിട്ടുള്ളൊരു യുദ്ധത്തിനകത്ത് പേർഷ്യയെ ഇല്ലാതെയാക്കിയ വാർത്ത, സദ്വാർത്ത, മാരത്തോൺ എന്ന സ്ഥലത്ത് നിന്നും ഏതൻസിലേക്ക് 26 മൈൽ ദൂരം ഓടി കൊണ്ടുവന്ന ഒരു മനുഷ്യനെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ മാരത്തോൺ എന്ന വാക്ക്. അവൻ ഈ സന്തോഷ വാർത്ത കൊണ്ട് മാരത്തോൺ എന്ന യുദ്ധമുഖത്തു നിന്നും 26 മൈൽ വന്ന് ഏതൻസ് ക്യാപിറ്റലിലേക്ക് വന്നിട്ട് ഈ വാർത്ത, പേർഷ്യ നമുക്ക് കീഴടങ്ങിയിരിക്കുന്നു എന്ന സദ്വാർത്ത വിളിച്ചു പറ. അവൻ ഈ ഓട്ടത്തിനിടയ്ക്ക് അവൻ നിന്നില്ല. ഞാൻ പറഞ്ഞത് അതാണ് ഈ 26 മൈലിൻ്റെ. അതിനെ ഓർക്കുന്ന ഗ്രീക്ക് പാരമ്പര്യത്തിലാണല്ലോ പലപ്പോഴും നമ്മളുടെ ഒളിമ്പിക്സും മറ്റുമൊക്കെ രൂപപ്പെട്ടത്. അപ്പോൾ അങ്ങനെ BC 490 നടന്ന ഈ സംഭവത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഈ മാരത്തോൺ എന്ന പദം തന്നെ ഇവിടെ കൊണ്ടുവരുന്ന വാർത്താ സംഘം. എന്താണ് ഒരു സുവാർത്താ ദൂതിയെ സൃഷ്ടിക്കുന്നത്? ഒറ്റ കാര്യമേ ഉള്ളൂ, അവർ കൊണ്ടുവരുന്ന വാർത്തയാണ്. കൊണ്ടുവരുന്ന വാർത്തയാണ് ഇത് സുവാർത്താ ദൂതിയാണോ ദുർവാർത്താ ദൂതിയാണോ എന്ന് തീരുമാനിക്കുന്നത്, അല്ലേ? നമുക്ക് ഈ വാർത്ത എങ്ങനെയുള്ളതാണ് എന്നതനുസരിച്ചാണ് ഈ മെസ്സഞ്ചർ അതിൻ്റെ രൂപമാണ്. ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം, സുവാർത്താ ദൂതിയുടെ കാല് മനോഹരമാണെന്ന്. ഈ കാല് മനോഹരമായിട്ട് കാണുന്നത് എപ്പോഴാ? അല്ലെ, കാല് മനോഹരമായിട്ടാണോ നമ്മളൊക്കെ കാണുന്നത്? കാലാണോ മനുഷ്യ ശരീരത്തിൽ മനോഹരമായിട്ട് വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ചേർത്ത് വെക്കാൻ പറ്റുന്ന ഒരു പ്രയോഗം കാലിനുമായിട്ടാണോ? ആരുടെ കാലാണ് ഈ കാല് മനോഹരമാവുന്നത്? എങ്ങനെയാ? സുവാർത്താ ദൂതിയുടെ കാല് മനോഹരം. അവൻ്റെ ആത്മാർത്ഥതയുടെയും അവൻ്റെ വിശ്വസ്തതയുടെയും അടയാളമാണ് ഈ കാലിലൂടെ വെളിപ്പെടുന്നത്. എന്താണ് ഒന്നിനെ മനോഹരമാക്കുന്നത്? അതിൻ്റെ രൂപഭംഗിയല്ല. കുറേ നാളുകൾക്ക് മുൻപ് ഒരു കർഷക സമരം നടന്നത് നമ്മൾ ഓർക്കുന്നു. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹി, പഞ്ചാബ് മേഖലകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ദീർഘദൂരം യാത്ര ചെയ്ത ഒരു കർഷക സമരം. ആ സമയത്തിറങ്ങിയ ഒരു മലയാളത്തിലെ മാതൃഭൂമിയാണെന്ന് തോന്നുന്നൊരു മാഗസിൻ്റെ ഫ്രണ്ട് കവർ വിണ്ടുകീറിയ ഒരു കാലിൻ്റെ ചിത്രമായിരുന്നു. വിണ്ടുകീറിയ കാൽ, പാടങ്ങൾ വിണ്ടുകീറിയതുപോലെ പലതരം വിണ്ടുകീറി. നമ്മൾ ഓർത്തു നോക്കണം, ഈ വിണ്ടുകീറിയ കാല് മനോഹരമാകുന്നത് എപ്പോഴാണ്? ആ കാൽ എന്തിനുപയോഗിച്ചു എന്നതനുസരിച്ചാണ് അത് മനോഹരമാകുന്നത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ പറയാൻ ശ്രമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, അവൻ്റെ ആത്മാർത്ഥതയുടെയും അധ്വാനത്തിൻ്റെയും അടയാളമാണ് ഈ കാല് എന്ന്. കൊണ്ടുവരുന്ന സന്ദേശത്തിൻ്റെ പ്രത്യേകതയാണ് ഈ കാലിനെ മനോഹരമാക്കുന്നത്. ഇതിൻ്റെ സന്തോഷം വിളിച്ചു പറയുന്ന കാവൽക്കാരൻ്റെ ശബ്ദം താഴെ, ഇതിൻ്റെ തൊട്ട് താഴെ വാക്യങ്ങളിൽ 52-ന്റെ 8-9 വാക്യങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. കാവൽക്കാരൻ ഈ മനുഷ്യൻ ഓടി വരുന്നത് കണ്ടിട്ട് വിളിച്ചു പറയുകയാണ്, കാവൽക്കാരൻ വിളിച്ചു പറയുകയാണ് ഈ സന്തോഷത്തിൻ്റെ വാർത്ത. കാവൽക്കാരുടെ സന്തോഷം നിറയുന്ന ശബ്ദം ഇവിടെ ഉയരുകയാണ്. പ്രിയമുള്ളവരെ, തുടർന്ന് ദൈവജനത്തിൻ്റെ ശക്തിയെ വെളിപ്പെടുത്തുന്ന, പ്രചോദിപ്പിക്കുന്ന സന്ദേശമാണ് ഈ കാവൽക്കാരൻ, ഈ സുവാർത്താ ദൂതി ഇവിടെ നൽകുന്നത്.
ദൈവജനത്തെ ശക്തിപ്പെടുത്തുന്ന ഈ സന്ദേശം അത് സ്വീകരിക്കുന്ന ദൈവജനത്തിന്റെ ഉത്തരവാദിത്വം എന്താ? ഈ സന്ദേശത്തിന്റെ പ്രഘോഷകരായി തീരുക എന്നുള്ളതാണ്. ഇവിടെ പറയുന്നു, സന്ദേശം സമാധാനത്തെ ഘോഷിച്ച് നന്മയെ പ്രസിദ്ധമാക്കി രക്ഷയെ പ്രസിദ്ധമാക്കുകയും സിയോനോട് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറയുകയും ചെയ്യുന്ന സുവാർത്താ ദൂതി. ഈ സന്ദേശത്തെ സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും ഈ സന്ദേശത്തിന്റെ പ്രഘോഷകരായിട്ട് മാറും. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ വരുന്ന സുവാർത്താ ദൂതിയുടെ സന്ദേശത്തിന്റെ കണ്ടന്റ് ഒറ്റ വാക്കിൽ പറയുന്നു. എന്താണ്? നിന്റെ ദൈവം വാഴും. ഇത് ആരോടാ പറയുന്നേ? എൻ്റെ ദൈവം വാഴുന്നു എന്നല്ല പറഞ്ഞത്, മറിച്ച് നിന്റെ ദൈവം വാഴുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നവരോടാണ് പറയുന്നത്. നോക്കുക, നിന്റെ ദൈവം വാഴുന്നു എന്ന് യെരൂശലേം നശിക്കപ്പെട്ടു എന്ന് ഓർത്ത് വിലപിച്ച് കഴിയുന്ന ജനത്തോട്, ജീവിതത്തിന് ഇനി ഭാവിയില്ല എന്ന് പറഞ്ഞ് ദൈവം തോറ്റു എന്ന് ചിന്തിക്കുന്ന ആളുകളോട് പറയുകയാണ്, നിന്റെ ദൈവം വാഴുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ ശക്തി, ദൈവം വാഴുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുക. നമ്മുടെ ദൈവം വാഴുന്നു എന്ന് പറയണമെങ്കിൽ അതെങ്ങനെയാണ് നമ്മുടെ ദൈവം വാഴുന്നു എന്ന് പറയുന്നത്? പ്രവാസം പോലുള്ള ജീവിതത്തിന്റെ പ്രതികൂലങ്ങൾ പോലും വെച്ചിട്ട് പറയുന്നു നമ്മുടെ ദൈവം തോറ്റുപോയി എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും സംഭവങ്ങളെയോ ഏതെങ്കിലും ആനുകൂല്യങ്ങളെയോ ഒക്കെ വെച്ചുകൊണ്ട് ദൈവത്തെ അടയാളപ്പെടുത്തുമ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കുന്നിടത്ത് ദൈവം തോറ്റുപോയി എന്നാണ് പലപ്പോഴും നമ്മൾ പറയുന്നത്. എന്നാൽ അവിടെ ദൈവം വാഴുന്നു എന്നുള്ള സന്ദേശം സംശയിക്കുന്ന ഇസ്രായേൽ മക്കളോട്, സിയോനോട് പറയുകയാണ്, സിയോനെ നിന്റെ ദൈവം വാഴുന്നു. ചോദ്യം, നമ്മുടെ ദൈവം വാഴുന്നു എന്ന് ലോകത്തോട് നമുക്ക് എങ്ങനെ വിളിച്ചു പറയാൻ പറ്റും? നമ്മുടെ ദൈവമാണ് ലോകത്തെ വലിക്കുന്നത്. നമ്മൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയും. ഞാൻ സ്റ്റേറ്റ്സിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ പാഴ്സനേജിൽ ഒരു മനുഷ്യൻ വന്ന് മുട്ടി. അവിടെ അമേരിക്കയിൽ അങ്ങനെ ആരും സാധാരണ വന്ന് മുട്ടാറില്ല. നേരത്തെ അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്ത് വന്ന് മാത്രമേ കയറാറുള്ളൂ. എന്നാൽ ഒരു മനുഷ്യൻ വന്ന് മുട്ടി. ഞാൻ ബെല്ലടിച്ചു. നമ്മുടെ ആളുകളൊക്കെ സാധാരണ അതുവഴി പോകുമ്പോൾ ചിലപ്പോൾ ഇത് നമ്മുടെ അങ്ങനെ ഒരു കറുത്ത വംശജനായ ഒരു മനുഷ്യൻ വന്ന് എൻ്റെ അടുക്കൽ വന്നിട്ട്, യഹോവ സാക്ഷികളുടെ വിശ്വാസത്തിനകത്ത് നിൽക്കുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് സുവിശേഷം പറയാനായിട്ട് എൻ്റെ വീട്ടിൽ കയറി വന്നതാണ്. വന്നിട്ട് എന്നോട് ചോദിക്കുന്നൊരു ചോദ്യം, ഞാൻ ഒരു പുരോഹിതൻ അച്ഛനാണെന്നൊക്കെ അദ്ദേഹം മനസ്സിലാക്കിയ ചോദ്യം, ലോകത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണോ സാത്താനാണോ? അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ് എന്നോട്. ലോകത്തെ നിയന്ത്രിക്കുന്നത് ദൈവമാണോ സാത്താൻ? ഞാൻ പറഞ്ഞു, ദൈവമാണ് എന്നതുകൊണ്ട് തന്നെയാണ് അവൻ്റെ വേലയിൽ ഞാൻ വ്യാപൃതനായിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം ചോദിക്കുന്നു, ഈ സംഭവങ്ങളൊക്കെ കാണുന്നത് ദൈവം നിയന്ത്രിക്കുന്ന ലോകത്തിലാണോ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? നമ്മുടെയൊക്കെ മനസ്സിൽ ഉയരുന്നൊരു ചോദ്യം അല്ലേ? ദൈവം നിയന്ത്രിക്കുന്ന ലോകത്തിൽ ഇങ്ങനെയൊക്കെ നമ്മൾ ദൈവത്തെ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതാണ് ഈ ചോദ്യത്തിന് ഇതിൻ്റെ പിന്നിലുള്ള പ്രശ്നം. നമ്മൾ ദൈവത്തിന് ചില അടയാളങ്ങൾ വെച്ചിട്ട് ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, ഇങ്ങനെ പ്രവർത്തിക്കാത്തതെല്ലാം ദൈവമല്ല അല്ലേ? ദൈവത്തെ നമ്മൾ പറയുന്ന രീതിയിൽ ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോകാം. ദാനിയേലിന്റെ പുസ്തകത്തിനകത്തെ 3 ചെറുപ്പക്കാരുടെ കഥ. രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കാത്തതിനാൽ തീച്ചൂളയിൽ ഇടാനായിട്ട് ഒരുക്കം കൂട്ടുകയാണ്. രാജാവിനോട് ഈ ചെറുപ്പക്കാർ പറയുന്നു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയും എങ്കിൽ അവൻ ഞങ്ങളെ രാജാവിൻ്റെ കയ്യിൽ നിന്നും എരിയും തീച്ചൂളയിൽ. അടുത്തൊരു വാചകം കൂടെ ചേരുന്നുണ്ട്, അവിടെ നിർത്തുകയല്ല, ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അവരുടെ വിശ്വാസമില്ലായ്മയുടെ പ്രശ്നമാണോ അത്? ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുമെന്നതിൽ ഞങ്ങൾക്ക് സംശയമില്ല. പക്ഷേ ദൈവം എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളല്ലെന്ന് അവർ പറയുന്നു.
ദൈവത്തിന് പ്രവർത്തിക്കാൻ ആലോചന കൊടുക്കേണ്ട ആളുകളല്ല നമ്മൾ. നമ്മൾ പറയുന്ന രീതിയിൽ ദൈവം ഇപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കണമെന്ന് പറയുന്ന രീതിയിൽ ദൈവത്തെ പ്രവർത്തിപ്പിക്കുക നമ്മൾ ചെയ്യുന്നത്. എന്നാൽ അവർ പറയുന്നു, ഞങ്ങളുടെ ദൈവത്തിന് ഈ പ്രത്യേകത. അവൻ എങ്ങനെ അവന് കഴിവുണ്ട്, പക്ഷേ അവൻ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളല്ല. നോക്കുക, ഞാനായിരുന്നു, ഞാൻ പറയുന്ന വാക്കിനെ തെറ്റിദ്ധരിക്കരുത്, ഞാനായിരുന്നു തീരുമാനമെടുക്കേണ്ട ഒരാളെങ്കിൽ ഈ 3 ചെറുപ്പക്കാർ വളരെ വിശ്വാസത്തോടെ എനിക്ക് വേണ്ടി നിൽക്കുന്നു, എൻ്റെ പുറകെ നിൽക്കുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യും? അന്നേരം തന്നെ എന്തെങ്കിലും ഒരു ശക്തി അങ്ങോട്ട് ഇറക്കി ഇവന്മാരെയെല്ലാം പേടിപ്പിച്ച് ഈ പിള്ളേരെയൊക്കെ രക്ഷിച്ചുകൊണ്ട് ഞാൻ അങ്ങ് പോകും, ഒരു ഹീറോയെ പോലെ. ദൈവം എന്താ ചെയ്തത്? ഇവരെ തീച്ചൂളയ്ക്കകത്ത് ഇടാൻ അനുവദിച്ചു. ദൈവം അനുവദിക്കാൻ പാടുണ്ടോ? പക്ഷെ തീച്ചൂളയ്ക്കകത്തേക്ക് ഈ ദൈവം ഇവരെ വലിച്ചിട്ടു. എന്നിട്ട് ദൈവം എന്ത് ചെയ്തു? ഈ തീച്ചൂളയ്ക്കകത്ത് അവരുടെ കൂടെ നടന്നു. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പുറത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് ഇത് ഭയങ്കര തീച്ചൂളയാണ്. അകത്ത് നടക്കുന്നവരെ സംബന്ധിച്ച് ദൈവത്തോടു കൂടെ നടക്കുക അതിനകത്ത്. ഇതാണ് വ്യത്യാസം. ദൈവം വാഴുന്നു, ദൈവം പ്രവർത്തിക്കുന്നു എന്ന് തീരുമാനിക്കേണ്ടത് ഏതെങ്കിലും സംഭവങ്ങൾ വെച്ചുകൊണ്ടല്ല. ദൈവത്തിൻ്റെ പ്രവർത്തനത്തെ മനസ്സിലാക്കാനുള്ളൊരു വെല്ലുവിളിയാണ് ഇതിനകത്തുള്ളത്. നമ്മൾ ചില വിജയവും തോൽവിയും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഇതെല്ലാം പറയാറുണ്ട്, there is no failures or success. ഇവിടെ പരാജയവും വിജയവും എന്ന് പറയുന്ന സംഗതിയൊന്നുമില്ല. ഇതെല്ലാം കാഴ്ചപ്പാടുകൾ മാത്രമാണ്, അല്ലേ? പരാജയവും വിജയവും ഒക്കെ കാഴ്ച. നമ്മൾ വിജയിക്കുന്നു എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഈ പി സുരേന്ദ്രൻ്റെ ഒരു കഥ, പി സുരേന്ദ്രൻ എന്നൊരു കഥാകൃത്തുണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കഥയുണ്ട്. പണ്ടത്തെ കാലത്തെ കഥയാണ്. സ്കൂളിൽ പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ പല ക്ലാസ്സുകളിലും തോറ്റ് പല പിള്ളേർ ഇങ്ങനെ നമ്മുടെ കൂടെ പഠിക്കുന്നു, നമ്മളും പല പഠിച്ചൊരു കാലമുണ്ടല്ലോ. അങ്ങനെ 4ാം ക്ലാസ്സിൽ വളരെ കാലം പഠിച്ച് 4ാം ക്ലാസ് വരെ എത്തിച്ചേർന്നിട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്ത, ഒന്നും മനസ്സിലാവുന്നില്ല പഠിക്കുന്നതിന്. ഒരു കുട്ടി അവസാനം 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തി. അവനൊരു ആശാരി പയ്യനായിരുന്നു. അവൻ്റെ പണികൾ, അവൻ്റെ അപ്പൻ സുഖമില്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ അപ്പനെ സഹായിക്കാനായിട്ട് അവൻ അവസാനം സ്കൂൾ പഠിത്തം നിർത്തി അവൻ പോയി. അവൻ്റെ കണക്ക് മാഷ് ശിവൻ സാർ അവനെ കണക്ക് പഠിപ്പിക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയുമില്ല. അവസാനം ഇവൻ പോയൊരാശ്വാസത്തിൽ സാറിങ്ങനെ നിൽക്കുക. അങ്ങനെ ഇരുന്നപ്പോൾ സ്കൂളിൻ്റെ മേൽക്കൂര ഒരു കാറ്റടിച്ച് അങ്ങ് പറന്നുപോയി. അപ്പോൾ ഈ മേൽക്കൂര ശരിയാക്കാനായിട്ട് ആശാരിയെ വിളിച്ചപ്പോൾ ആശാരിക്ക് സുഖമില്ല. ആശാരി ഈ പയ്യനെ പറഞ്ഞു വിട്ടു, നീ പോയി നോക്കാൻ. അവനിവിടെ താഴെ ഇരുന്ന് നോക്കിക്കൊണ്ട് മേൽക്കൂരയുടെ കുറച്ച് കണക്ക് പറഞ്ഞിട്ട് ശിവൻ സാർ വായും പൊളിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയാണ് ഈ കണക്ക്? സാറിന് മനസ്സിലാവുന്നില്ല. നോക്കുക, ആർക്കാണ് കണക്കറിയാവുന്നത്? ശിവൻ സാറിനാണോ? ഇതെല്ലാം ഓരോ കാഴ്ചപ്പാടുകളുടെ പ്രത്യേകതയാണ് എന്ന് ആ പുസ്തകത്തിനകത്ത് അദ്ദേഹം പറയും. ഏതാണ് ശരി തെറ്റ്, അല്ലെങ്കിൽ ഏതാണ് വിജയം പരാജയം എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിനകത്ത് ഏത് അനുഭവങ്ങളുടെ മധ്യത്തിനകത്ത് നിന്നിട്ട് നമുക്ക് വിളിച്ചു പറയാനുള്ളത് നമ്മുടെ ദൈവം ജീവിക്കുന്നുണ്ടോ എന്ന് വിളിച്ചു പറയണം. അത് നമ്മിലൂടെയാണ് അറിയുന്നത്. ഇവിടെ ദൈവം വാഴുന്നു എന്ന് വിളിച്ചു പറയുന്ന ജനതയുടെ പ്രത്യേകതകളെക്കുറിച്ച് മൂന്ന് പദങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആ പദങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. ഒന്നാമത്തെ പദം, അവരുടെ പ്രത്യേകത, അവർ സമാധാനത്തെ ഘോഷിക്കും. ഷാലോം എന്ന വാക്ക, സമാധാനം. വേദപുസ്തകത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു വാക്കാണത്. ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, ഈ ദിവസങ്ങളിലെ പ്രതിദിന വേദപഠന സഹായിയുടെ പഠന വിഷയം ഈ സമാധാനത്തെക്കുറിച്ചൊക്കെ. സമാധാനം എന്നാൽ എന്താ? പലപ്പോഴും നമ്മൾ സമാധാനത്തെ നിർവചിക്കുന്നത് യുദ്ധമില്ലാത്ത അവസ്ഥയാണ് സമാധാനം. ആണോ? വഴക്കില്ലാത്ത, കലഹമില്ലാത്ത അവസ്ഥയാണ് പലപ്പോഴും സമാധാനം എന്ന് വിളിക്കുന്നത്. തീർച്ചയായിട്ടും യുദ്ധങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ്, യുദ്ധങ്ങൾ ഇല്ലാതാക്കപ്പെടേണ്ടതാണ്. ഈ നാളുകളിലൊക്കെ നമ്മുടെ ചുറ്റുപാടുകളിൽ, പ്രത്യേകിച്ച് ലോകത്തെ നമ്മൾ നോക്കുമ്പോൾ എത്ര ഇടങ്ങളാണ് യുദ്ധത്തിലൂടെ ധാരാളം ആളുകൾ, എത്ര കുഞ്ഞുങ്ങളാണ്, പ്രത്യേകിച്ച് പലസ്തീനിലൊക്കെ എത്ര കുഞ്ഞുങ്ങൾ, 50,000-ലധികം കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. യുദ്ധത്തിൻ്റെ കാഠിന്യങ്ങളെ ഇല്ലാതെയാക്കപ്പെടേണ്ടത് ആവശ്യമാണ്, യാതൊരു സംശയവുമില്ല. ചില ഇടങ്ങളിൽ
വളരെ ശക്തമായി ഈ യുദ്ധത്തിനെതിരെ നിലപാടുകൾ എടുക്കേണ്ടതും ആവശ്യമാണ്. എന്നാൽ സമാധാനം എന്ന വാക്ക് യുദ്ധമില്ലാത്ത അവസ്ഥയല്ല, കലഹമില്ലാത്ത അവസ്ഥയല്ല, അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാത്ത അവസ്ഥയുടെ പേരല്ല സമാധാനം എന്നുള്ളത്. പിന്നെ എന്താണ് സമാധാനം? ഈ ഒരു പട്ടാളക്കാരൻ കല്യാണം കഴിച്ച കഥ കേട്ടിട്ടുണ്ട്. പട്ടാളക്കാരൻ കല്യാണം കഴിച്ചു, പഴയ കാലത്തെ പട്ടാളക്കാരൻ. അവൻ പട്ടാള വേഷത്തിൽ കല്യാണ ദിവസം ദമ്പതികൾ ഇരുവരും കൂടെ ഒരു കുതിരവണ്ടിയിൽ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കുതിരവണ്ടിയിൽ പട്ടാള വേഷത്തിൽ തോക്കും പിടിച്ചുകൊണ്ട് ഇദ്ദേഹം ഇരിക്കുന്നു, ഭാര്യ കൂടെ നിൽക്കുന്നു. ഇവർ ഇങ്ങനെ പോവുകയാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല. കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ ഈ കുതിര ഒരു പ്രാവശ്യം ഒന്ന് ഞൊണ്ടി. പട്ടാളക്കാരൻ ശബ്ദമുയർത്തി പറഞ്ഞു 1. കുറേ ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ രണ്ടാമതൊന്നുകൂടെ ഞൊണ്ടി. പട്ടാളക്കാരൻ പറഞ്ഞു 2. വീണ്ടും വീടെടുക്കാറായപ്പോൾ മൂന്നാമത് ഈ കുതിര ഞൊണ്ടി. പട്ടാളക്കാരൻ പറഞ്ഞു 3. ഉടനെ തൻ്റെ പോക്കറ്റിൽ തൻ്റെ കയ്യിൽ നിന്ന് തോക്കെടുത്ത് കുതിരയെ വെടിവെച്ചു, കുതിരയെ കൊന്നു. അന്ന് രാത്രി എന്തു പറയണമെന്നറിയാൻ വയ്യാതെ വിഷമിച്ചിരുന്ന ഈ ഭാര്യ പട്ടാളക്കാരനോട് പറഞ്ഞു, എന്നാലും 3 പ്രാവശ്യം ഞൊണ്ടി എന്ന കാരണത്താൽ ഒരു കുതിരയെ നിങ്ങൾ കൊല്ലാൻ പാടില്ലായിരുന്നു. പട്ടാളക്കാരൻ ഉറക്കെ പറഞ്ഞു 1. പിന്നെ 45 വർഷം അവർ അനുഗ്രഹകരമായ കുടുംബജീവിതം നയിച്ചെന്നാണ് പറയുന്നത്. എന്താണ് കാര്യം? 2, 3 പറയാൻ പിന്നൊരവസരം. സമാധാനപരമായ കുടുംബജീവിതമായിരുന്നു. യാതൊരു അഭിപ്രായങ്ങളും പറയാൻ അവസരമില്ലാതെ വളരെ സമാധാനപരമായി കുടുംബജീവിതം നയിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. ഇതല്ല സമാധാനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കേണ്ടത്, ആണോ? നമ്മൾ മാത്രം, അല്ലെങ്കിൽ ഈ വീട്ടിലെ ഗ്രഹനാഥനോ ആരെങ്കിലും ആവട്ടെ, അവർ മാത്രം പറയുന്നത് കേട്ടുകൊണ്ട് പഞ്ചപുച്ഛമടക്കി ഒന്നും മിണ്ടാതെ എല്ലാത്തിനെയും സ്വീകരിക്കുന്ന കുറെ അടിമകളെ സൃഷ്ടിക്കുന്ന ഇടങ്ങളായിട്ട് കുടുംബങ്ങൾ മാറുന്നുണ്ടോ? സമാധാനം അതല്ല. സമാധാനത്തെ അടയാളപ്പെടുത്തേണ്ടതും അങ്ങനെ എല്ലാവർക്കും പ്രാധാന്യമുള്ള, എല്ലാവരെയും അംഗീകരിക്കുന്ന ഒരിടമായിട്ട് മാറുമ്പോൾ, ഓരോ അഭിപ്രായങ്ങളെയും മാനിക്കുന്ന ഒരിടമായിട്ട് നമ്മളുടെ കുടുംബങ്ങൾ മാറണം. അതാണ് ബന്ധങ്ങളെ, അതാണ് സമാധാനം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. 70 പേർ ഈരണ്ടായിട്ട് കർത്താവ് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷവുമായി അഴിക്കുമ്പോൾ അവരോട് പറയുന്നത്, നിങ്ങൾ പോയിട്ട് ചെയ്യേണ്ടത് എന്താണ്? സമാധാനം പോഷിക്കണം. യേശുക്രിസ്തു തൻ്റെ പർവ്വത പ്രസംഗത്തിൽ പറഞ്ഞ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാക്യമുണ്ട്. എൻ്റെ വിചാരം സമാധാനം ഉണ്ടാക്കുന്നവർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? സമാധാനം, ഇറ്റ് ഷുഡ് ബി ക്രിയേറ്റഡ്. സമാധാനം ഉണ്ടാക്കേണ്ടതാണ്. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ എന്ന് പട്ടക്കാരൻ ത്രോണോസിൽ നിന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു മാസ്മരിക ശക്തി കൊണ്ട് ഇതിങ്ങനെ ഉണ്ടായി വരുന്നൊരു കാര്യമാണ്. അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഈ സമാധാനം സൃഷ്ടിക്കുന്ന ഒരു പ്രക്രിയയിൽ പങ്കുചേരുന്നവരായി ഞാനും നിങ്ങളും എന്ന് മാറണം. ക്രിസ്തുവിൻ്റെ സമാധാനത്തിൻ്റെ വാഹകരാകണം ഞാനും നിങ്ങളും. ഇന്ന് നമ്മളിവിടെ കുർബാന മധ്യേ ഞാൻ പറയാൻ ശ്രമിച്ചല്ലോ, തൻ്റെ മുറിപ്പാടുകൾ കാണിച്ചുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം. എന്തിനാണ് ഈ മുറിപ്പാട് കാണിച്ചിട്ട് പറഞ്ഞത്? മുറിവൊക്കെ മായ്ച്ചിട്ട്. ഞാൻ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ ആ ഒരു റോൾ ശ്രദ്ധിക്കണം, വളരെ രസകരമാണ്. അടച്ചിട്ട മുറിക്കകത്ത് കതക് തുറക്കാതെ വന്ന് നിൽക്കാൻ പറ്റാം, പക്ഷെ കയ്യിലെ മുറിപ്പാട് മാത്രം മാറ്റാനുള്ള. അടച്ചിട്ട മുറിക്കകത്ത് കതക് തുറക്കാതെ വന്ന് നിൽക്കുന്ന ക്രിസ്തു, പക്ഷെ മുറിപ്പാട് മാറ്റിയിട്ടില്ല. എന്താണ് അതിൻ്റെ അർത്ഥം? സമാധാനത്തിൻ്റെ വഴി ഇതാ. ഇതില്ലാതാക്കുന്നിടത്തല്ല, സ്വയം മുറിപ്പെടാൻ സന്നദ്ധമാകുന്നിടത്ത് മാത്രമേ സമാധാനം സൃഷ്ടിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം മുറിപ്പെടുത്തുന്ന പ്രക്രിയകളാണ്, മുറിവുണ്ടാക്കുന്ന പ്രക്രിയകളാണ്. പ്രിയമുള്ളവരെ, സമാധാനത്തെ ഘോഷിക്കുന്ന സമാധാനം മുറിവുകളുടെ ആഴം കൂട്ടുന്നതല്ല,
പരസ്പരം മുറിപ്പെടുത്തുന്നതിൽ മത്സരിക്കുന്നതല്ല, വ്യത്യസ്ത അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് ബന്ധങ്ങളുടെ സമഗ്രതയിൽ അതിനെ സൂക്ഷിക്കുന്നതാണ് സമാധാനം. നമ്മുടെ ഇടവകകൾ, നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ ബന്ധങ്ങൾ ഈ സമാധാനത്തെ ഘോഷിക്കുന്ന ഇടമാണോ? അങ്ങനെയെങ്കിൽ ലോകം നമ്മളെ നോക്കി പറയും, നിങ്ങളുടെ ദൈവം. അല്ലെങ്കിൽ ലോകത്തിന് മുമ്പിൽ നമുക്ക് സാക്ഷിക്കാം, നമ്മുടെ ദൈവം വാഴുന്നു. പ്രിയമുള്ളവരെ, സമാധാനത്തിൻ്റെ സന്ദേശത്തെ പ്രഘോഷിക്കുന്നു. രണ്ടാമത്തെ ഇവിടുത്തെ പദം നന്മ എന്ന പദമാണ്. നന്മയെ സുവിശേഷിക്കുക. നന്മ സുവിശേഷിക്കുന്നവരുടെ കാലത്ര മനോഹരമെന്ന് പിന്നീട് പൗലോസ് അപ്പോസ്തലൻ കോട്ട് ചെയ്യുന്നുണ്ട്. നന്മ, തിന്മ, ഇതും ഒരു പ്രശ്നമാണ്. എന്താണ് നന്മ, എന്താണ് തിന്മ? നന്മ സൃഷ്ടിയുടെ ആരംഭത്തിൽ നിങ്ങൾ വായിക്കുന്നുണ്ട്. ദൈവം എല്ലാത്തിനെയും സൃഷ്ടിച്ചിട്ട് എന്ത് പറഞ്ഞു? നല്ലതെന്ന് കണ്ടു. അതിനകത്തൊരു സൂചനയുണ്ട് എൻ്റെ വിചാരം. നല്ലതെന്ന് കണ്ടു എന്ന് പറഞ്ഞ അർത്ഥം ദൈവം നല്ലതിനെ സൃഷ്ടിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്, സൃഷ്ടിച്ചതിനെ നല്ലതെന്ന് കണ്ടു എന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം നല്ലതിനെ സൃഷ്ടിച്ചു എന്നല്ല എഴുതിയിരിക്കുന്നത്, സൃഷ്ടിച്ചത് നല്ലതാണ്. സൃഷ്ടിച്ചതിനെ ദൈവത്തിൻ്റെ കാഴ്ചയിലാണ് ഇത് നല്ലതാവുന്നത്, അല്ലേ? എല്ലാത്തിനെയും നല്ലതാക്കുന്നത് എന്താ? നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നമ്മുടെ കാഴ്ചകളാണ് പലതിനെയും നല്ലതാക്കുന്നത്. ഏതെങ്കിലും ഒരു കാര്യം അതിൽ തന്നെ നല്ലതോ മോശമോ എന്ന് പറയാൻ നമുക്കില്ല. ഒരു കഥ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു മനുഷ്യന് ആകെ ഉണ്ടായിരുന്നത് ഒരു സമ്പാദ്യമെന്ന് പറയുന്ന ഒരു കഴുതയായിരുന്നു. ശമൂവേലിന്റെ പുസ്തകത്തിൽ ശൗൽ കഴുതയെ അന്വേഷിച്ച് പോകുന്ന കഥയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സ്വന്തമായി ഉണ്ടായിരുന്ന ഈ കഴുത കൊണ്ട് അദ്ദേഹം അതിനെക്കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. അതിനെ ചുമടുക കൊണ്ടുപോകാനായിട്ടൊക്കെ ഉപയോഗിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ കഴുത കാട് കയറിപ്പോയി. അപ്പം നാട്ടുകാരെല്ലാം പറഞ്ഞു, അയ്യോ കഷ്ടമായി പോയല്ലോ, ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത്രയും ദുരന്തം വന്നല്ലോ, ആകെ ഉണ്ടായിരുന്ന വരുമാന മാർഗം പോയല്ലോ. അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ കഴുത തിരിച്ചു വന്നത് 4-5 കാട്ടുകഴുതേക്കളെ കൂടെ കൂട്ടിക്കൊണ്ടാവുന്നത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, യു അദ്ദേഹം ഭയങ്കര ഭാഗ്യവാനാണല്ലോ, ഒരു കഴുത പോയെന്ന് വിചാരിച്ചെടുത്ത് 5 കഴുത കൂടെ അഡീഷണലായിട്ട് വന്നു. അദ്ദേഹവും ഒന്നും മിണ്ടിയില്ല, അത് നല്ലതാണെന്ന് വിചാരിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഈ വന്ന കാട്ടുകഴുതകളെ മെരുക്കിയെടുക്കുന്ന പ്രക്രിയക്കകത്ത് ഒരു കഴുതയുടെ തൊഴിയേറ്റ് ഈ മനുഷ്യന്റെ മകൻ കൈയൊടിഞ്ഞ് കാലൊടിഞ്ഞ് അദ്ദേഹം കിടപ്പായി. അപ്പോഴത്തേക്ക് ആളുകൾ പറഞ്ഞു, അയ്യോ കഷ്ടമായി പോയല്ലോ, ആ മനുഷ്യനാകെ അങ്ങ് പ്രശ്നമായി. അങ്ങനെ എഴുതപ്പോഴാണ് ആ രാജ്യത്തെ രാജാവ് ഒരു നിയമം പുറപ്പെടുവിച്ചു, 18 വയസ്സ് കഴിഞ്ഞാൽ മൊത്തം പിള്ളേരെ ഇപ്പോൾ യുദ്ധത്തിന് വരണം എന്ന്. അപ്പോൾ ഇവൻ കാലും കൈ ഒടിഞ്ഞിരുന്നുകൊണ്ട് ഇവനെ കൊണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അയ്യോ അത് നന്നായല്ലോ. ഞാൻ പറഞ്ഞത്, എന്താണ് നല്ലത്? ഏതെങ്കിലും സംഭവങ്ങൾ നല്ലതാകുന്നതല്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാലത്ത് നടന്ന പല കാര്യങ്ങളും അന്ന് നല്ലതല്ലെന്ന് തോന്നിയെങ്കിലും ഇപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അങ്ങനെ എന്ത് നന്നായി പറയുന്നില്ലേ? നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത്, എൻ്റെ ജീവിതത്തിൽ ധാരാളം പറയാനായിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു കാലത്ത് നടന്നിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ എന്തുവാ ഇങ്ങനെയൊക്കെ നടന്നത്. എന്നാൽ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് അങ്ങനെ നടന്നത് കൊണ്ടാണ് ഇന്ന് എനിക്കിങ്ങനെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതുണ്ട്. ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, സംഭവിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം എടുത്തിട്ട് അത് നല്ലതാണോ ഇത് മോശമാണോ എന്ന് പറയുന്നതല്ല ഇവിടുത്തെ ആവശ്യം. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും, ശ്രദ്ധിക്കണം, സകലവും. ചിലത് നല്ലത് നടക്കുന്നു എന്നല്ല പറഞ്ഞത്, സകലവും. ജീവിതത്തിന്റെ ഏത് അനുഭവങ്ങളും നല്ലതിലേക്ക് മാറ്റാൻ നമുക്ക് പറ്റണം. മറ്റുള്ളവന്റെ ജീവിതത്തിലും അവരിലും നന്മയെ കാണാൻ നമുക്ക് പറ്റണം. അവരൻ്റെ നന്മയെ കാണാനുള്ള കാഴ്ച ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പലപ്പോഴും ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ജീവിതത്തിൻ്റെ നന്മകൾ കാണുന്നത് സ്വാർത്ഥതയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് പലപ്പോഴും.
എന്നാൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു സമഗ്രതയിൽ ദൈവത്തെ മനസ്സിലാക്കുമ്പോൾ ഈ നന്മയെ കാണാം. ദൈവത്തിൻ്റെ കണ്ണിലൂടെ നോക്കാൻ പറ്റണം. ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 45-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം നിങ്ങൾക്കറിയാം. യാക്കോബിന്റെ മക്കളെല്ലാവരും ജോസഫിന്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. നിന്നോട് ചെയ്തത് ദ്രോഹമായി പോയി എന്ന് വിഷമിച്ച് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ജോസഫ് പറയുന്ന വാചകം, നിങ്ങൾ എന്നെ വിറ്റത് കൊണ്ട് വിഷമിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ലോകരക്ഷയ്ക്കായിട്ട് ദൈവം എന്നെ നിങ്ങൾക്ക് മുൻപായിട്ട്. എങ്ങനെ ഇങ്ങനെ കാണാൻ പറ്റുക? നിങ്ങൾ എന്നോട് ദ്രോഹം ചെയ്തു എന്ന് ചിന്തിക്കുന്നിടത്തല്ല, ദൈവം ഇത് എനിക്ക് മാത്രമല്ല ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് മുൻകൂട്ടി നിശ്ചയിച്ചതാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു കുരുടനായ മനുഷ്യനെ നോക്കിയിട്ടുണ്ട്, ആര് പാപം ചെയ്തതുകൊണ്ടാണ് ഇവൻ കുരുടനായിട്ട്? ആ ചോദിച്ചവരുടെ മുൻപിൽ അവർക്കെല്ലാം ഒരു ബോധ്യമുണ്ട്. എന്താണ്? ആരുടെയോ പാപം കൊണ്ടാണ് ഈ പുള്ളി ഇങ്ങനെ ആയത്. ഇതിനി ആരുടേതാണെന്ന് അറിഞ്ഞാൽ മതി. യേശു പറയുന്നത്, നിങ്ങളുടെ ചോദ്യം തെറ്റാ. ആരുടെയും പാപം കൊണ്ടല്ല, ദൈവത്തിൻ്റെ മഹത്വം ഇവനിൽ വെളിപ്പെടാനാണ്. അപ്പം നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എന്താണ്? ഒരു മനുഷ്യൻ കുരുടനായിട്ട് കിടക്കുമ്പോൾ അവൻ ആരുടെ പാപം കൊണ്ട് ഇങ്ങനെ ആയി എന്ന് ചിന്തിക്കുന്നതിനപ്പുറം ഇവന്റെ ജീവിതത്തിലൂടെ ദൈവം എങ്ങനെ മഹത്വപ്പെടുമെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റണം. അപ്പോഴാണ് അവൻ്റെ ജീവിതത്തിലെ നന്മ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാനുള്ള ഒറ്റ സന്ദേശം അതാ. ചുറ്റുപാടുകളിലെ നന്മ കാണാനായിട്ട് കണ്ണു തുറക്കാൻ നമുക്ക് സാധിക്കണം. ഓരോ വ്യക്തിയെയും നന്മയുടെ കണ്ണുകൊണ്ട് നോക്കാൻ നമുക്കിടയാവണം. കുറ്റം കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമുക്കാകെ അങ്ങനെ വലിയ കഴിവുണ്ടെന്നാണ് പലപ്പോഴും തോന്നാറുള്ളത്. ഏത് നല്ല കാര്യത്തിനകത്തും ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറയുന്നത് പോലെ ഏത് കാര്യത്തിനകത്തും തെറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു കൊച്ചു കഥ കൂടെ പറഞ്ഞ് അങ്ങോട്ട് മുന്നോട്ട്. ഒരു മനുഷ്യന് ഒരു പ്രത്യേക പട്ടി ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ആ പട്ടിയുടെ പ്രത്യേകത വെള്ളത്തിൻ്റെ മണ്ടയ്ക്കൂടെ നടക്കാനുള്ള കഴിവുണ്ട്, നീന്താനല്ല. തൻ്റെ പട്ടിയുടെ ഈ കഴിവ് തൻ്റെ സുഹൃത്തിനെ കാണിക്കാനായിട്ട് ഈ ഒരു ദിവസം ഈ പട്ടിയെയും സുഹൃത്തിനെയും കൂട്ടിക്കൊണ്ട് ഒരു കായലിൻ്റെ തീരത്ത് ഈ മനുഷ്യൻ ചെന്നു. എന്നിട്ട് കായലിലേക്ക് ഒരു കമ്പ് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഇതിനോട് പറഞ്ഞു, പോയി കൊണ്ടുവരാം. ഇവൻ വെള്ളത്തിൻ്റെ മണ്ടയ്ക്കൂടെ നടന്ന് പോയി തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചു കൊണ്ടുവന്നിട്ടും ഈ സുഹൃത്ത് ഒരു വാക്കും മിണ്ടുന്നില്ല. അദ്ദേഹം ശ്രദ്ധിച്ചില്ലയോ എന്തോ, രണ്ടാമത് ഒന്നുകൂടെ അദ്ദേഹം ഈ പട്ടിയോട് പറഞ്ഞു, പോയി എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് ചെയ്തു. പട്ടി പോയി ഈ കമ്പ് വെള്ളത്തിന് മണ്ടയ്ക്കൂടെ നടന്നു വരും. എല്ലാം കഴിഞ്ഞിട്ട് ഈ മനുഷ്യൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഈ സുഹൃത്തിനോട് ഈ നായയുടെ ഉടമ ചോദിച്ചു, പ്രിയ സുഹൃത്തെ, എൻ്റെ പട്ടിക്കുട്ടിക്ക് എന്തെങ്കിലും പ്രത്യേകത നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് പറഞ്ഞു, ഉണ്ടല്ലോ ഉണ്ടല്ലോ. എന്താ പ്രത്യേകത? നിന്റെ പട്ടിക്ക് നീന്താൻ അറിയത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി എന്ന്. എത്ര വലിയ കഴിവ് കാണിക്കുമ്പോഴും എത്ര വലിയ സന്തോഷം കണ്ടെത്താൻ സാധിക്കുമ്പോഴും അതിനകത്ത് ഇങ്ങനെ കാണാനുള്ള കഴിവാണ് പലപ്പോഴും നമുക്കൊക്കെ മുൻപിലുള്ളത്. അവിടെയാണ് നന്മ കാണാനുള്ള, ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നോക്കാനുള്ള ഒരു കാഴ്ച ബലപ്പെടണം എന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. പ്രിയമുള്ളവരെയും, സാധാരണ നമ്മളെല്ലാം ഈ കാലത്തെക്കുറിച്ച് പറയും, ഇതൊരു കെട്ട കാലമാ, വല്ലാത്ത കാലമാ. ഇതൊക്കെ നമ്മൾ കാണുന്നത് എവിടെ നിന്നുകൊണ്ടാണ്? എവിടെ നിന്നുകൊണ്ട്? ഇത്രയും സാധ്യതയുള്ള, ഇത്രയും നന്മയുള്ള ഈ കാലത്തെ അതിൻ്റെ ദൈവിക പദ്ധതിക്കനുസരിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്നുകൊണ്ട് ഈ കാലത്തിൻ്റെ, ഈ തലമുറയുടെ സാധ്യതകളെ കാണാൻ നമുക്ക് സാധിക്കണം. നന്മ സുവിശേഷിക്കുന്ന ഒരു അനുഭവം. അവിടാണ് ദൈവം വാഴുന്നു എന്ന സാക്ഷ്യം ഈ ലോകത്തിൽ ഉയർത്തുക. 2 പദങ്ങൾ ഞാൻ പറഞ്ഞു. 1 സമാധാനം, 2 നന്മ. 3-ാമത്തെ പദം രക്ഷ പ്രസിദ്ധമാക്കുക എന്ന്. രക്ഷയെ പ്രസിദ്ധമാക്കുന്ന ഒരനുഭവം. എന്താണ് രക്ഷ? പഴയ നിയമത്തിൽ രക്ഷ എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഉടനീളമുള്ള ഒരനുഭവമാണ്. നമ്മൾ പുതിയ നിയമത്തിൽ പഠിപ്പിക്കുന്ന രക്ഷയുടെ അനുഭവത്തെയും
പഴയ നിയമത്തിലെ രക്ഷയും കുറിച്ചൊക്കെ പറയുമ്പോൾ പലപ്പോഴും ജീവിതത്തിൻ്റെ സമഗ്രമായ വീണ്ടെടുപ്പിനെയാണ് രക്ഷ എന്ന പദം കൊണ്ട് പഴയ നിയമം അർത്ഥമാക്കുന്നത്. എങ്ങനെയോ നമ്മളുടെ വ്യാഖ്യാനങ്ങൾക്കകത്ത് പുതിയ നിയമത്തെ വ്യാഖ്യാനിച്ച് ചില ആത്മാവിൻ്റെ മാത്രം രക്ഷ എന്ന് പറയുന്ന ഒരനുഭവത്തിലേക്ക് ചുരുങ്ങിപ്പോയി. ജീവിതത്തെ മാറ്റി നിർത്തി ആത്മാവിനെ മാത്രം രക്ഷിക്കുന്ന ഒരു പ്രോഗ്രാമായിട്ടല്ല രക്ഷയെ മനസ്സിലാക്കുക. ജീവിതത്തിൻ്റെ സമഗ്ര ഇടങ്ങളുടെയും വീണ്ടെടുപ്പാണ് രക്ഷ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുക. ഭൗതികം ആത്മീകം എന്ന വേർതിരിവ് പഴയ നിയമത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളും, എവറി ആസ്പെക്ട് ഓഫ് ലൈഫ്, ഇതെല്ലാം പേഴ്സണൽ ആകട്ടെ, പബ്ലിക് ആകട്ടെ, പ്രസന്റ് ആകട്ടെ, ഫ്യൂച്ചർ ആകട്ടെ, ഇതെല്ലാം ദൈവത്തിൻ്റെ രക്ഷയുടെ ഭാഗമാണെന്ന് ചിന്തിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മളെ അടിമകളാക്കുന്ന, നമ്മളെ തടഞ്ഞു വെക്കുന്ന എല്ലാത്തിൽ നിന്നുള്ള വിടുതലാണിത്. മനുഷ്യ ജീവിതത്തിൻ്റെ സന്തോഷകരമായ അനുഭവത്തെ തടസ്സപ്പെടുത്തുന്ന എല്ലാത്തിൽ നിന്നുമുള്ള മോചനമാണത്. അത് ജീവിതത്തെ ആകമാനം രൂപപ്പെടുത്തുന്നതാണ്. ഒറ്റ വാക്കിൽ പഴയ നിയമത്തിൽ പറഞ്ഞാൽ ഇത് ദൈവത്തോടു കൂടെയുള്ള ജീവിതമാണ്. ഇറ്റ് ഈസ് ലൈഫ് വിത്ത് ഗോഡ്. ദൈവത്തോടു കൂടെയുള്ള ജീവിതത്തെയാണ് രക്ഷ എന്ന് പറയുന്നത്. ദൈവത്തോടു കൂടെയുള്ള യാത്രയാണ് ഈ രക്ഷ. നമ്മളെപ്പോഴും ഓർക്കണം, നമ്മളുടെ ക്രിസ്തീയ ജീവിതത്തെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന എവിടെയാണ്? ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, നമ്മുടെ പാട്ടുകളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു ഇമേജറി ഉണ്ട്. മരുഭൂ യാത്രയതി കഠിനം, പ്രതികൂലങ്ങൾ അനുനിമിഷം എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മളെല്ലാം മരുഭൂമിയിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മരുഭൂമി ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷെ നമ്മളെല്ലാം മരുഭൂമി യാത്രയിലാണെന്നാണ് പറയുന്നത്. എന്നാ അതിൻ്റെ അർത്ഥം? നമ്മളെങ്ങനെയാണ് മരുഭൂമി കണ്ടിട്ടുള്ളത്? വേദപുസ്തകത്തിലൂടെയാണ് കണ്ടിട്ടുള്ളത്. ഈ ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്ത മരുഭൂമി അനുഭവങ്ങളെ വെച്ചുകൊണ്ടാണ് നമ്മൾ നമ്മുടെ യാത്രയെ മരുഭൂമി യാത്രയായിട്ട് താരതമ്യം ചെയ്യുന്നത്. ഈ താരതമ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയട്ടെ, മരുഭൂമി ദൈവത്തോടു കൂടെയുള്ള അനുഭവത്തിൻ്റെ പേരാണ്. ആ അനുഭവത്തിൻ്റെ ആഘോഷങ്ങൾക്കകത്ത് ദൈവത്തോടു കൂടെ യാത്ര ചെയ്യുമ്പോൾ അത് ജീവിതത്തെ ആകമാനം ക്രമപ്പെടുത്താനുള്ള ഒരാഹ്വാനം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ 11-ാമത്തെ വാക്യത്തിനകത്ത് വിട്ടുപോരുവിൻ, ഭൂമിയുടെ അറ്റത്ത് നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയെ കാണുമെന്ന് പറഞ്ഞിട്ട് വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അവിടെ നിന്ന് പുറപ്പെട്ടു പോരുവിൻ, അശുദ്ധമായതൊന്നും തൊടരുത്, അതിൻ്റെ നടുവിൽ നിന്നും പുറപ്പെട്ടു പോരുവിൻ എന്ന് പറയുന്നു. എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ദൈവത്തോടു കൂടെയുള്ള യാത്രയ്ക്കകത്ത് അശുദ്ധമായതിനൊന്നും കൊണ്ടുവരാൻ സാധിക്കില്ല. ദൈവത്തോടു കൂടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരനുഭവം. യഹോവ നിനക്ക് മുൻപായും പിൻപായും മുൻപടയായും പിൻപടയായും നടക്കുമെന്ന് പറയുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ഇത് ഭൗതികമെന്ന് നിങ്ങൾ മാറ്റിയതാണെങ്കിലും ആത്മീകമെന്ന് മാറ്റിയതാണെങ്കിലും ഇന്നത്തേതാണെങ്കിലും നാളത്തേതാണെങ്കിലും ഏത് സാഹചര്യങ്ങളിലും ദൈവം നിന്നോട് കൂടെയുണ്ട് എന്ന ബോധ്യത്തിൽ നിന്റെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുക. ദൈവത്തോട് കൂടെ നടക്കുമ്പോഴും നമ്മുടെ ഒരു അപകടം എന്താണെന്ന് അറിയാമോ? ദൈവത്തോട് കൂടെ ഇസ്രായേൽ മക്കളുടെ ഒരു അപകടം എന്തായിരുന്നു? ദൈവം അവരുടെ കൂടെ നടക്കുമ്പോഴും അവരുടെ മനസ്സിനകത്ത് മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങൾ കൂടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. അവരെ പോകുന്ന യാത്രയ്ക്കകത്ത് ദൈവം കൂടെ നടക്കുമ്പോഴും അവരുടെ പരാതികൾ എന്താണ്? മിസ്രൈമിലെ ഇറച്ചിക്കലങ്ങൾ ഇതിനേക്കാൾ നല്ലതായിരുന്നു എന്നും അവിടുത്തെ ജീരകവും ഉള്ളിയും ചിറ്റുള്ളിയും ഒക്കെ ഇതിനേക്കാൾ നല്ലതായിരുന്നു എന്ന് പറയുന്നു. നമ്മൾ ഓർക്കണം, ദൈവത്തോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ മിസ്രൈമിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇതിനെ ഒഴിവാക്കേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ ജീവിതത്തെ മുൻപോട്ട് ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിനകത്ത് പൗലോസ് അപ്പോസ്തലൻ ഇസ്രായേൽ മക്കളുടെ യാത്രയെ ദൈവജനത്തിൻ്റെ ജീവിതവുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അവർ പറയുകയാണ്, 40 വർഷം അവർ മരുഭൂമിയിൽ നടന്നിട്ടും അവരാരും കനാൻ നാട്ടിൽ പ്രവേശിച്ചില്ല. ഇത് നിങ്ങൾക്കൊരു മുന്നറിയിപ്പാണ് എന്ന് പറഞ്ഞ അർത്ഥം, ദൈവത്തോട് കൂടെ നടക്കുന്നു എന്ന് പറയുകയും മിസ്രൈമിനെ കൂടെ കൊണ്ടുവരികയും ചെയ്യുന്ന ജീവിതത്തിൻ്റെ ഒരു അപകടത്തെ ചൂണ്ടിക്കാണിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് രക്ഷയുടെ സന്തോഷത്തെ ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റണം.
നമ്മുടെ ജീവിതത്തെ കണ്ട് രക്ഷയുടെ സന്തോഷത്തിലേക്ക് ഈ സമൂഹം ശ്രദ്ധിക്കണം. ലോകം വിളിച്ചു പറയും, ലോകം നമ്മളെ കണ്ടിട്ട് പറയണം, നിന്റെ ദൈവം വാഴുന്നു. ഇത് പറയണമെങ്കിൽ ഈ രക്ഷയുടെ സന്തോഷം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകണം. ഇന്ന് നമ്മളെല്ലാവരും ഈ രക്ഷയെക്കുറിച്ച് അറിയുന്നുവെങ്കിലും പലപ്പോഴും ഈ രക്ഷയെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കാണാതെ ലോകം പോകുന്നതിനനുസരിച്ച് പോവുകയാണ്. ലോകം പോകുന്നതിനനുസരിച്ച് നമ്മളായിത്തീർന്ന് ഈ രക്ഷയുടെ അനുഭവത്തെ വികലമാക്കുന്ന ഒരു അപകടം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന ഒരു കഥയുണ്ട്. ഈ കഥയല്ല, നോവലാണ്. സക്കറിയ എന്ന മലയാളത്തിൽ എഴുത്തുകാരൻ എഴുതിയ ഒരു നോവൽ. ഈ നോവൽ പിന്നീട് വിധേയൻ എന്ന പേരിൽ അടൂർ ഗോപാലകൃഷ്ണൻ മമ്മൂട്ടി അഭിനയിച്ച് സിനിമയാക്കിയിട്ടുണ്ട്. എന്നെ കഥ അറിയാനില്ല. ഈ കഥയുടെ ആമുഖത്തിൽ ഒരു കൊച്ചു കഥ, ഭാസ്കര പട്ടേലൻ്റെ ജീവിതത്തെ സൂചിപ്പിക്കുന്ന ഒരു ചെറിയ കഥ സക്കറിയ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. ഒരു തെരുവിൻ്റെ ഓരത്തുള്ളൊരു പള്ളി. ആ പള്ളിയിൽ, ഒരു കത്തോലിക്ക പള്ളിയാണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം, എല്ലാ ദിവസവും മാസുണ്ട്, കുർബാനയുണ്ട്. അച്ഛൻ എല്ലാ ദിവസവും കുർബാന എടുക്കാനായിട്ട് പള്ളിയിൽ വരും. പക്ഷേ ഒറ്റ കുഴപ്പം, തെരുവിൻ്റെ ഓരത്താണ്. തെരുവിൽ എപ്പോഴും ബഹളമാണ്. അച്ഛന് സ്വസ്ഥമായിട്ട് ഒരിക്കൽ പോലും ഒരു കുർബാന എടുക്കാൻ പറ്റിയിട്ടില്ല. അച്ഛൻ്റെ മനസ്സിലെ ഒരേ ഒരു ആഗ്രഹമാണ്, ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്നതിന് മുമ്പ് ഒരു ദിവസമെങ്കിലും ശാന്തമായിട്ടൊരു കുർബാന എടുക്കണം. പ്രിയപ്പെട്ട അച്ഛൻ മനസ്സിൽ ഒരു ദിവസം ഒരു വിദ്യ കണ്ടുപിടിച്ചു. എന്താണ് വിദ്യ എന്നറിയാവോ? അച്ഛൻ ഒരു ദിവസം കുർബാന എടുക്കാൻ വന്നപ്പോൾ തെരുവിൽ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടു. അദ്ദേഹത്തിനെ ഇങ്ങ് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നീ അറിഞ്ഞോ ഇവിടുത്തെ അമ്പലക്കുളത്തിൽ ഒരു ഭൂതമുണ്ട്? അമ്പലക്കുളത്തിൽ ഒരു ഭൂതമുണ്ടെന്നൊരു അച്ഛൻ പറഞ്ഞു കേട്ടപ്പോൾ ഈ മനുഷ്യൻ ഒരൊറ്റ ഓട്ടമാണ് ഇവിടെ നിന്ന് അമ്പലക്കുളത്തിലെ ഭൂതത്തെ കാണാൻ. ഒത്തിരി ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരുത്തൻ ഓടുമ്പോൾ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ വേറൊരുത്തൻ തടഞ്ഞു നിർത്തി ചോദിച്ചു, നീ എവിടെ പോവാ? നീ അറിഞ്ഞില്ലേ ഇവിടെ അമ്പലക്കുളത്തിലൊരു ഭൂതമുണ്ട്? നിമിഷ നേരം കൊണ്ട് ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളുകൾ മുഴുവൻ അമ്പലക്കുളത്തിലെ ഭൂതത്തെ കാണാൻ ഓടിപ്പോവുകയാണ്. സക്കറിയ ഇവിടെ പറയുന്നു, ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഈ പ്രിയപ്പെട്ട അച്ഛനുണ്ടല്ലോ, അച്ഛൻ കുർബാന നിർത്തി അമ്പലക്കുളത്തിലെ ഭൂതത്തെ കാണാൻ അച്ഛനും ഓടുകയാണ്. എന്താ പ്രശ്നം? നിങ്ങൾ എന്തിനാ ചിരിച്ചത്? എല്ലാവരും അമ്പലക്കുളത്തിലെ ഭൂതത്തെ കാണാൻ പോകുമ്പോൾ അച്ഛന് പോകാതിരിക്കാൻ പറ്റുമോ? അച്ഛനറിയാം അച്ഛൻ്റെ സൃഷ്ടിയാണ് ഈ ഭൂതമെന്ന്. പക്ഷേ എല്ലാവരും ഓടുമ്പം ഓടാതിരുന്നാൽ കുഴപ്പമാണ്, അല്ലേ? ദൈവത്തിൻ്റെ രക്ഷയെ കണ്ടിട്ടുള്ള ദൈവജനത്തിന് അറിയാം ഇതാണ് രക്ഷയുടെ വഴിയെന്ന്. പക്ഷേ എല്ലാവരും ഓടുമ്പോൾ ഓടാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മളും ഇങ്ങനെയൊക്കെ അങ്ങ്. നമ്മുടെ ദൈവം വാഴുന്നുണ്ടോ? ഈ ലോകത്തോട് നമുക്ക് എന്ത് പറയാനുണ്ട്? എൻ്റെ ദൈവം വാഴുന്നു എന്ന് ലോകത്തോട് വിളിച്ചു പറയുവാൻ നമുക്ക് സാധിക്കും. ഇതാവണം നമ്മുടെ സാക്ഷ്യം. ഈ ലോകത്തിന് മുമ്പിൽ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മുടെ ദൈവം വാഴുന്നു എന്ന് വിളിച്ചു പറയുവാൻ നമുക്കിടയാവണം. 3 പദങ്ങളിലൂടെ നമ്മുടെ ദൈവം വാഴുന്നു എന്ന് ലോകത്തോട് എങ്ങനെ പറയാമെന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. 1, സമാധാനത്തിൻ്റെ അനുഭവം. അത് ബഹളമില്ലാത്ത, എതിരഭിപ്രായമില്ലാത്ത, യുദ്ധമില്ലാത്ത ഒരു ചിന്തയല്ല. എല്ലാ അഭിപ്രായങ്ങളെയും മാനിക്കുന്ന, എല്ലാവർക്കും സ്ഥാനമുള്ള, മുൻപിലിരിക്കുന്ന ഓരോരുത്തരെയും അംഗീകരിക്കുന്ന, ഗൗരവത്തോടെ കാണുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള സൂചനയാണ്. സമഗ്രമായ ബന്ധത്തെക്കുറിച്ചുള്ള സൂചനയാണ്. ആ ബന്ധത്തിൻ്റെ അനുഭവത്തിലേക്കാണ് നാം വളരേണ്ടത്. രണ്ടാമത് ഞാൻ പറയാൻ ശ്രമിച്ചത് നന്മയെക്കുറിച്ചാണ്. ജീവിതത്തിന് ഏതെങ്കിലും ഒരു അനുഭവങ്ങൾ നന്മയോ തിന്മയോ എന്ന് വ്യാഖ്യാനിക്കാനല്ല, ദൈവത്തോട് ചേർന്ന് ദൈവത്തിൻ്റെ കണ്ണിലൂടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളെയും നോക്കിക്കാണാനുള്ള പരിശീലനമാണത്. മൂന്നാമത് ഞാൻ പറഞ്ഞത് രക്ഷ എന്ന. രക്ഷ കേവലം ആത്മീയമായ രക്ഷയുടെ ഒരു അനുഭവത്തിനൊക്കെ അപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ സമഗ്ര മേഖലകളെയും സ്വാധീനിക്കുന്ന, ബാധിക്കുന്ന ഒരു അനുഭവമായിട്ട് വായിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതം ലോകം സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കാനുള്ളതല്ല എന്ന് തിരിച്ചറിയുവാൻ ലോകത്തിന് മുമ്പിൽ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്: കർത്താവേ, അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ലോകത്താലുള്ള കളങ്കം പറ്റാതെ അവരെ സൂക്ഷിക്കണമെന്ന്. വ്യത്യസ്തരായി ഈ സമൂഹത്തിലായിരിക്കാൻ
ഇത് കണ്ടുകൊണ്ട് ലോകം പറയണം, നിങ്ങളുടെ ദൈവം ജീവിക്കുന്നു, നമ്മുടെ ദൈവം. ഇതാണ് ഈ ലോകത്തോട് നമുക്ക് പറയാനുള്ള സാക്ഷ്യം. ആ സാക്ഷ്യത്തിൻ്റെ വലിയ അനുഭവത്തിലേക്ക് വളരുവാനായിട്ടാണ് നമുക്കിടയാകുന്നത്. സമാധാനത്തെ ഘോഷിച്ച്, നന്മയെ സുവിശേഷിച്ച്, രക്ഷയെ പ്രസിദ്ധമാക്കി ലോകത്തോട് നമുക്ക് വിളിച്ചു പറയാം, നമ്മുടെ ദൈവം വാഴുന്നു. പ്രിയമുള്ളവരെ, ഈ വർഷം, പുതിയ വർഷത്തിൻ്റെ ഈ അനുഭവങ്ങളിൽ ദൈവം വാഴുന്നു എന്നുള്ള സന്ദേശത്തെ ലോകത്തിൽ ഘോഷിക്കുന്ന ഒരു വിശ്വാസ സമൂഹമായിട്ട് തീരുവാൻ നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ അതിനെ സഹായിക്കട്ടെ. കേട്ട വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒരു നിമിഷം നമുക്ക് നമ്മളെ തന്നെ ദൈവമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ധ്യാനിക്കാം. ദൈവം തമ്പുരാൻ ഒരവസരം കൂടെ വചനം കേൾക്കുവാനായിട്ട് നമുക്ക് നൽകി. ദൈവം വാഴുന്നു എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം, അതേത് തരത്തിൽ അതിനെ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പ്രിയപ്പെട്ട അച്ഛനിലൂടെ നമുക്കിടയായി. അതിന് ദൈവത്തിന് നന്ദി അറിയട്ടെ. 3 ദിവസം കേട്ട ദൈവവചനങ്ങളെല്ലാം നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ 3 ദിവസവും നമ്മളോട് വചനം പങ്കുവെച്ചവരെ ഒരു നിമിഷം ഓർക്കാം. ദീർഘദൂരം യാത്ര ചെയ്തൊക്കെ നമ്മുടെ ഇടയിൽ ദൈവവചനമായിട്ട് അവർ കടന്നു വന്നു. അവർ പങ്കുവെച്ചതായിട്ടുള്ള വചനം അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവകൃപയുടെ അനുഭവത്തിലായിരുന്ന് 30, 60, 100 മേനി ഫലം തരുന്ന അനുഭവമായിരിക്കുവാൻ ദൈവം നീ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ദൈവമുമ്പാകെ വിനയപ്പെടുത്താം, പ്രാർത്ഥിക്കാം, സമർപ്പിക്കാം. ദൈവമേ, ഈ കൺവെൻഷൻ കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോകുമ്പോൾ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ ഉരുവായി ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമായി തീരുവാൻ ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനം പങ്കുവെച്ച പ്രിയ അച്ഛനെയും നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയുടെ കേൾക്കുമാറാകണമേ. ഇപ്പോൾ ഇടവക സെക്രട്ടറി വന്നു ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരു വാക്ക് നന്ദി അറിയിക്കുന്നതായിരിക്കും. ഇന്നത്തെ നമ്മുടെ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ജസ്റ്റിനച്ഛൻ ഇന്ന് വചനഘോഷം നിർവഹിക്കുകയും വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ചെയ്ത റവറൻഡ് ഡോക്ടർ MB ശമൂൽ അച്ഛൻ, ഇടവക ചുമതലക്കാരെ, കൈസ്ഥാന സമിതി അംഗങ്ങളെ, വിവിധ സംഘടനാ ചുമതലക്കാരെ, അതിൻ്റെ പ്രവർത്തകരെ, ഗായക സംഘം പ്രവർത്തകരെ, വന്നു ചേർന്നിരിക്കുന്ന ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. നമ്മുടെ ഇടവകയുടെ 66ാമത് കൺവെൻഷൻ ഇക്കഴിഞ്ഞ 15-ാം തീയതി വ്യാഴാഴ്ച മുതൽ ഇന്ന് 18-ാം തീയതി ഞായറാഴ്ച വരെ വളരെ അനുഗ്രഹകരമായി നടത്തുവാൻ ദൈവം തമ്പുരാൻ ഇടയാക്കി. അതിന് ദൈവത്തെ സ്തുതിക്കുക. ഇതുപോലെ തന്നെ കഴിഞ്ഞ 65 വർഷക്കാലം ഈ കൺവെൻഷനുകൾ നടത്തുവാൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും അധ്വാനിക്കുകയും ഒക്കെ ചെയ്തവരെ നന്ദിയോടെ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ഈ കൺവെൻഷൻ്റെ പിന്നിൽ ധാരാളം അധ്വാനങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, പ്രയത്നങ്ങളുണ്ട്. ഇതിനെയൊക്കെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മുടെ കൺവെൻഷൻ യോഗത്തിൻ്റെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്നത് നമുക്കേവർക്കും പ്രിയപ്പെട്ട ജസ്റ്റിനച്ഛനാണ്. കൈസ്ഥാന സമിതി യോഗത്തിൽ കൺവെൻഷൻ്റെ ക്രമീകരണങ്ങളെപ്പറ്റി ആലോചിച്ച നിമിഷം മുതൽ ഇപ്പോൾ വരെയും അച്ഛൻ ഇതിൻ്റെ ചെറുതും വലുതുമായ എല്ലാ ക്രമീകരണങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുകയും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും എല്ലാ കാര്യങ്ങൾക്കും വളരെ ഭംഗിയായി ചുമതലക്കാരോടും കൈസ്ഥാന സമിതിയോടും ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകുകയും മാത്രമല്ല കഴിഞ്ഞ 2 ദിവസം അച്ഛൻ മാറി നിൽക്കേണ്ടി വന്നപ്പോൾ പോലും അവിടെ നിന്നുകൊണ്ടും ഇവിടുത്തെ ഓരോ സമയത്തെ ഓരോ ക്രമീകരണവും സസൂക്ഷ്മം വീക്ഷിക്കുകയും ഒക്കെ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ജസ്റ്റിനച്ഛനെ
നമ്മുടെ ഇടവകയുടെ പേരിലുള്ള നന്ദി വളരെ സന്തോഷത്തോടെ അറിയിക്കുകയാണ്. ഇന്ന് നമുക്ക് വിശുദ്ധ കുർബാന ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ശനിയാഴ്ച വൈകിട്ട് വചനഘോഷണം നിർവഹിക്കുകയും ഇന്ന് നമ്മുടെ സമാപന യോഗത്തിൽ വചനഘോഷണം നിർവഹിക്കുകയും ചെയ്തത് ബഹുമാനിതനായ റവറൻ ഡോക്ടർ MB ശമൂൽ അച്ഛനാണ്. അച്ഛൻ മാങ്ങാനം ഡോക്ടർ തോമസ് മാർ അത്തനേഷ്യസ് മെമ്മോറിയൽ റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുന്നു. ഒരു റിസർച്ച് സെൻ്ററിൻ്റെ ഡയറക്ടർ ആകണമെങ്കിൽ എന്തുമാത്രം സമർപ്പണവും യോഗ്യതയും ഉണ്ടായിരിക്കണമെന്നുള്ളത് നമുക്ക് മനസ്സിലാകും. അപ്പം അങ്ങനെയുള്ള ഒരച്ഛനെ നമുക്ക് കൺവെൻഷൻ്റെ സമാപന യോഗത്തിൽ കിട്ടിയത് ഏറെ സന്തോഷമാണ്. ഇന്നത്തെ വചനഘോഷണത്തിൽ അച്ഛൻ യെശയ്യാവ് 52-ന്റെ 7-ാം വാക്യത്തെ ആസ്പദമാക്കി നാം സമാധാനത്തെ ഘോഷിക്കുന്നവരായിരിക്കണമെന്നും നന്മയെ സുശേഷിക്കുന്നവരായിരിക്കണമെന്നും രക്ഷയെ പ്രസിദ്ധമാക്കുന്നവരായിരിക്കണമെന്നും വളരെ ലളിതമായ ഭാഷയിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഏവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ ഇത്ര ഭംഗിയായി സവിസ്തരം നമുക്ക് ഈ യെശയ്യാവിൻ്റെ ഈ ഭാഗത്തെ ഉദ്ധരിച്ച് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്ന അച്ഛൻ്റെ പ്രാഗൽഭ്യം ഈ ചെറിയ സമയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി. പ്രിയ അച്ഛനെ നമുക്ക് ലഭിച്ചത് വളരെ സന്തോഷമാണ്. പ്രിയ അച്ഛനോട് പുല്ലങ്കോട് സെൻറ് തോമസ് മാർത്തോമായുടെ വയ്ക്ക് നന്ദിയുണ്ട്. വളരെ ആദരവോടും കടപ്പാടോടും അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ശമൂലച്ചൻ നമ്മുടെ ഇടവക വികാരിക്ക് 2 ദിവസം അസൗകര്യം നേരിട്ടപ്പോൾ അഭിവന്ദ്യ തിരുമേനിയുടെ നിർദ്ദേശാനുസരണം 2 ദിവസം നമ്മുടെ കൺവെൻഷൻ യോഗത്തെ നിയന്ത്രിക്കുകയും എല്ലാ കാര്യങ്ങളും ഭംഗിയായി ക്രമപ്പെടുത്തി തരികയും ചെയ്തത് ബഹുമാനിതനായ ശമൂൽ അച്ഛനാണ്. അച്ഛനോടുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. 1-ാം ദിവസം നമുക്ക് ആവശ്യമായ വചനഘോഷണം നിർവഹിച്ചത് റവറൻ ഡോക്ടർ കെ തോമസ് അച്ഛനാണ്. അച്ഛനോടും ഇടവകയുടെ പേരിലുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിച്ചുകൊള്ളുന്നു. വെള്ളിയാഴ്ച രാവിലെയും വെള്ളിയാഴ്ച വൈകിട്ടും രാജു പള്ളിപ്പാട് ഉപദേശിയാണ് ആവശ്യമായ വചനഘോഷണത്തിന് നേതൃത്വം നൽകിയത്. പ്രിയ രാജു പള്ളിപ്പാട് ഉപദേശിയോടും ഇടവകയുടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഇടവകയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ എൽ ജോൺ നമ്മുടെ ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ യഥാസമയം നൽകി തന്ന വൈസ് പ്രസിഡന്റ് ശ്രീ എൽ ജോണിനോടുള്ള ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. ഇടവക ട്രസ്റ്റിമാർ ശ്രീ ജേക്കബ് ടി ഡാനിയേൽ, ശ്രീ സജി ജോർജ്, ഇതിൻ്റെ പിന്നിൽ വലിയ ഒരു അധ്വാനമുണ്ട്. വളരെ കൃത്യതയോടും ഭംഗിയോടും ആർക്കും ഒരു അസൗകര്യവും ഉണ്ടാകാത്ത തരത്തിൽ ഇത് നടത്തുവാൻ വേണ്ടി ഏറെ ശ്രമം നടത്തിയ 2 വ്യക്തിത്വങ്ങളാണ് ജേക്കബ് ടി ഡാനിയേലും സജി ജോർജും. 2 പേരോടും ഇടവകയുടെ പേരിലുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. പ്രിയ കൊച്ചമ്മ ഇവിടെ ഉണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അമ്മയുണ്ട്. അച്ഛൻ്റെ പ്രവർത്തനത്തിന് ആവശ്യമായ കൈത്താങ്ങൽ നൽകി ഇടവക പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന പ്രിയ സുമി കൊച്ചമ്മയോട് ഇടവകയുടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ഗായക സംഘം കഴിഞ്ഞ ഈ 4 ദിവസമായി വളരെ ഹൃദ്യമായി ഒരു കൺവെൻഷൻ്റെ അനുഗ്രഹവും അതിൻ്റെ ആസ്വാദ്യവും എന്ന് പറയുന്നത് ആ പാട്ടുകളുടെ ഒരു ഭംഗിയാണ്, ആസ്വാദനമാണ്. വളരെ ഭംഗിയായി ഈ കൺവെൻഷൻ ദിവസങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ച മുഴുവൻ ഗായക സംഘ അംഗങ്ങളെയും ഇടവകയുടെ നാമത്തിലുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം അവർക്ക് പാടുവാൻ ആവശ്യമായ സഹായങ്ങൾ ചെയ്ത ഓർഗനൊക്കെ വായിച്ച് സഹായിച്ച എബ്രഹാം ടി രാജു, നിമിത, ക്രിസ്റ്റോ, ഈ 3 പേരോടും ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ കൈസ്ഥാന സമിതി ഇതിൻ്റെ ആലോചനാ യോഗം മുതൽ ഇതിൻ്റെ ഭംഗിയായ നടത്തിപ്പിന് ആവശ്യമായ പോസിറ്റീവായ നിർദ്ദേശങ്ങൾ മാത്രം ചെയ്തു തന്ന കൈസ്ഥാന സമിതിയാണ്. ആ കൈസ്ഥാന സമിതിയോട് പുല്ലങ്കോട് ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇടവക സംഘടനകൾ, മുഴുവൻ സംഘടനകളും അതിൻ്റെ പ്രവർത്തകരും ചുമതലക്കാരും
ഈ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ധാരാളം സഹായങ്ങളും സേവനങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. ഇനിയും ചില സേവനങ്ങൾ ചെയ്യാനുണ്ട്. ഇതൊക്കെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് എല്ലാ ഇടവകയിലെ എല്ലാ സംഘടനകളോടുള്ള ഇടവകയുടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ശുശ്രൂഷകൻ ശ്രീ എം ബാബു, നമ്മുടെ കൺവെൻഷൻ നമ്മളൊക്കെ 6:30 മണിക്ക് കൺവെൻഷൻ്റെ പ്രസംഗം കേൾക്കാൻ വരുമ്പോൾ അതിലും മണിക്കൂറുകൾക്ക് മുമ്പേ വന്ന് ഇവിടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ഭംഗിയായി ചെയ്യുന്നത് ബഹുമാനിതനായ ശുശ്രൂഷകൻ എം ബാബുവാണ്. പ്രിയ ബാബുച്ചാനോട് ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ കൺവെൻഷൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പ്രാരംഭ പ്രാർത്ഥനയും സങ്കീർത്തനം വായിക്കുകയും പാഠഭാഗം വായിക്കുകയും സ്തോത്രകാഴ്ച എടുത്തൊക്കെ സഹായിച്ച ആളുകളുണ്ട്. പ്രാരംഭ പ്രാർത്ഥന നടത്തി സഹായിച്ച ഇവാഞ്ചലിസ്റ്റ് വൈ ഫിലിപ്പ്, ശ്രീമതി ഉഷാരാജൻ, ശ്രീ കെ തോമസ്, ഇവരോടുള്ള നന്ദി ഇടവകയുടെ പേരിൽ അറിയിക്കുന്നു. സങ്കീർത്തനം വായിച്ച് സഹായിച്ച കുമാരി അബിയ സജി, മാസ്റ്റർ ടിജു സാബു, ശ്രീ എൽ ഡാനിയൽ, ഇവരോടുള്ള ഇടവകയുടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. മധ്യസ്ഥ പ്രാർത്ഥന നടത്തി സഹായിച്ച ശ്രീ ജി കുഞ്ഞുമോൻ, ശ്രീമതി ബിജി ബിനു, ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞമ്മ ഫിലിപ്പ്, ശ്രീമതി പി എം കുഞ്ഞമ്മ, ശ്രീ എ ജോയിക്കുട്ടി, ഇവരോടുള്ള ഇടവകയുടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. പാഠഭാഗം വായിച്ച് സഹായിച്ച ശ്രീമതി ജുബി ഷാജിയോടുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. സ്തോത്രകാഴ്ച എടുത്ത് സഹായിച്ച ശ്രീമതി ഷെർലി അബ്രഹാം, ശ്രീമതി പൊന്നമ്മ ജോസ്, ശ്രീ ജോർജ് യോഹന്ന, ശ്രീമതി ലാലി ജോർജ്, ശ്രീമതി അമ്മണി തങ്കച്ചൻ, ശ്രീമതി സൂസമ്മ മാമച്ചൻ, ഇവരോടുള്ള ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച സേവികാ സംഘദിനവുമായി ബന്ധപ്പെട്ട് അന്നത്തെ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് എൻ്റെ സെക്രട്ടറി ശ്രീമതി ജുബി ഷാജിയും ട്രഷറർ ശ്രീമതി വത്സാറോയിയുമാണ്. ശ്രീമതി ജുബിയോടും വത്സാറോയിയോടും ഇടവകയുടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ ഈ പ്രസംഗകർക്ക് ഈ 4 ദിവസവും രുചികരമായ ഭക്ഷണം തയ്യാറാക്കിയത് ശ്രീ റോയി തോമസ് അമ്പിക്കീഴതിൽ, ശ്രീ ബോസ് ജോർജ് ചെങ്കുളത്ത്, ശ്രീ ഷാജി ജോൺ തെങ്ങുംവിളയിൽ, ശ്രീ എം ബെഞ്ചമിൻ തൂവനാട്, ഈ 4 പേരോടും അവരുടെ കുടുംബത്തോടുമുള്ള ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ യുവജന സഖ്യം ഒരു ബുക്ക് സ്റ്റാള് പുറത്ത് ക്രമീകരിച്ചിട്ടുണ്ട്. ധാരാളം പുസ്തകങ്ങൾ, നമുക്ക് ആവശ്യമായ കലണ്ടറുകളും എല്ലാം അവിടെയുണ്ട്. അവരുടെ ആ ബുക്ക് സ്റ്റാൾ ക്രമീകരണം നമ്മുടെ ഇടവകയുടെ കൺവെൻഷൻ്റെ ഒരു അനുഗ്രഹമായിരുന്നു. യുവജന സഖ്യം പ്രവർത്തകരോട് ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ ഇടവക ജനങ്ങൾ 1-ാം ദിവസം മുതൽ ഇന്ന് വരെ വളരെ ഭംഗിയായി ക്രമമായി നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ച എല്ലാ ഇടവക ജനങ്ങളോടും നന്ദിയുണ്ട്. ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ഉച്ചയ്ക്ക് നമുക്ക് ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. ആ ഭക്ഷണം നമുക്കായി തയ്യാറാക്കിയിരിക്കുന്നത് ശ്രീ ബിനു ജോൺ മേലേവിളയാണ്. പ്രിയ ബിനു ജോണിനോടുള്ള ഇടവകയുടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ രാജു പള്ളിപ്പാട് ഉപദേശിക്ക് താമസ സൗകര്യം ക്രമീകരിച്ചു നൽകിയത് ടിറ്റു ഭവനിൽ ശ്രീ തോമസ് ചാക്കോയാണ്. പ്രിയ തോമസ് ചാക്കോയുടെ ഇടവകയുടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ വെളിച്ച ക്രമീകരണത്തിനായി നമ്മൾ സഹായിച്ചത് ജിജു ജോയിയാണ്. അതുപോലെ തന്നെ ഷാമിയാന ക്രമീകരിച്ച് തന്നത് ബേബിക്കുട്ടി തലച്ചിറയാണ്. ഈ 2 പേരോടും ഇടവകയുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ കൺവെൻഷൻ നമ്മൾ ഇത്രയും ആളുകളൂടെ കൂടി വന്നിട്ടും നമ്മുടെ പള്ളിയും പരിസരവും വളരെ ഭംഗിയായി ഇരിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ കോഫിയും ഒക്കെ തയ്യാറാക്കി തരുന്ന 3 സഹോദരിമാർ നമുക്കുണ്ട്. ശ്രീമതി ജലജ, ശ്രീമതി ജയ, ശ്രീമതി ബീന, ഈ 3 പേരോടും ഇടവകയുടെ നന്ദി അറിയിക്കുന്നു. ആർക്കെങ്കിലും നന്ദി പറയാൻ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും ഓരോരുത്തർക്കും നമ്മുടെ പുല്ലങ്കോട് സെൻറ് തോമസ് മാർത്തോമ ഇടവകയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഭക്ഷണ ക്രമീകരണം കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ 3 കൗണ്ടറായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. പള്ളിയുടെ മുൻവശത്ത് ഷാമിയാനയുടെ അവിടെ സീനിയർ സിറ്റിസൺസ് മാത്രം വേണ്ടിയുള്ളൊരു കൗണ്ടറാണ്. അതിൻ്റെ നിയന്ത്രണം ഇടവക മിഷൻ പ്രവർത്തകരായിരിക്കും. താഴെ നമ്മുടെ കോഫി സ്റ്റാളിൽ അവിടെ ഒരു കൗണ്ടറുണ്ട്. അതിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് സേവികാ സംഘം പ്രവർത്തകരായിരിക്കും. മറ്റൊരു കൗണ്ടറുണ്ട്. അതിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് യുവജന സഖ്യം പ്രവർത്തകരായിരിക്കും. എല്ലാവരും ഭക്ഷണ വിതരണ ക്രമീകരണത്തിൽ പൂർണ്ണമായും സഹകരിക്കണമേ എന്ന് ഇടവകയ്ക്ക് വേണ്ടി അറിയിക്കുന്നു.
ഇതിൽ ഒരു കാര്യം വിട്ടുപോയി. നമ്മുടെ ഇന്നത്തെ ലൈവ് ബ്രോഡ്കാസ്റ്റ് 2 ഘട്ടമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. രാവിലത്തെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ റോബിൻ അറയ്ക്കൽ ആണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. പ്രിയ റോബിൻ അറയ്ക്കലിനോട് ഇടവകയുടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. ഉച്ച കഴിഞ്ഞുള്ള കുർബാനയ്ക്ക് ശേഷമുള്ള നമ്മുടെ സമാപന യോഗം സ്പോൺസർ ചെയ്തിരിക്കുന്നത് വലിയവിളിയിൽ ശ്രീ കെ ശമൂലുകുട്ടിയാണ്. ശമൂലുകുട്ടിയോടും കുടുംബത്തോടും ഇടവകയ്ക്കുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്തത് ഇന്നത് കൃത്യമായി ചെയ്ത് വൈകിട്ട് 8 മണിയോടുകൂടി നമ്മുടെ ഗ്രൂപ്പിൽ ഇടാൻ തയ്യാറാക്കി തരാമെന്നാണ് റോബിൻ പറഞ്ഞിട്ടുള്ളത്. അത് എത്രയും പെട്ടെന്ന് റോബിൻ ചെയ്തു തരുമെന്ന് വിചാരിക്കുന്നു. പ്രിയ റോബിനോടുള്ള നന്ദി പ്രത്യേകം അറിയിച്ചോളൂ. ഈ കൺവെൻഷൻ ഇവിടെ പൂർത്തീകരിക്കാൻ ദൈവം സഹായിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി അറിയിക്കുന്നു. സ്വാഗതം, കൃതജ്ഞത പ്രിയപ്പെട്ട ബാബുക്കുട്ടി സാർ ഭംഗിയായിട്ട് പറഞ്ഞ എല്ലാവരോടും സാറിൻ്റെ ഒരു നേതൃത്വവും ഒരു കോർഡിനേഷനും ഈ വർഷം തുടങ്ങിയ മുതൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും സാറിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള നേരത്തെ തന്നെ ചെയ്ത് തീർക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത്. അത് ഈ കൺവെൻഷൻ്റെ സമയത്ത് മാത്രമല്ല, എല്ലാ കാര്യത്തിനകത്തും വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്ത് നോട്ടീസ് ഉൾപ്പെടെ അനൗൺസ്മെൻറ്റ്സ് ഉൾപ്പെടെ മറ്റു കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്ന ഉൾപ്പെടെ സാർ വളരെ ഭംഗിയായിട്ട് ചെയ്തു. പ്രത്യേകിച്ച് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഇടവക സെക്രട്ടറി ബാബുക്കുട്ടി സാറിനോടുള്ള നന്ദി സ്നേഹവും പ്രത്യേകിച്ച് ഈ സമയത്ത് അറിയിക്കാം. നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിക്കുകയാണ്. അതിനുശേഷം ഡോക്സോളജി ഉണ്ട്. പാടിയതിനു ശേഷം ഭക്ഷണ ക്രമീകരണത്തെക്കുറിച്ച് പറഞ്ഞല്ലോ. എല്ലാവരും ഭക്ഷണ കൂട്ടായ്മയിലൂടെ സംബന്ധിച്ചതിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുക. എല്ലാവർക്കും എഴുന്നേൽക്കാം. ഞങ്ങളുടെ പ്രിയ കർത്താവേ, കഴിഞ്ഞ 3 ദിവസക്കാലം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഇത് അടച്ചു വെക്കുവാനായിട്ടല്ല കർത്താവേ, കേട്ടതിന് പ്രകാരം ജീവിക്കുവാനും അനേകരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുവാനും വ്യക്തികളായും കുടുംബങ്ങളായും ഞങ്ങളെല്ലാവരെയും നീ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവവചനവുമായി ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ടവർക്കായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് മധ്യത്തിൽ ഞങ്ങളോടൊപ്പമുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ എം പി സമൂലച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ കുടുംബജീവിതം, ശുശ്രൂഷ, ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ നാളുകൾ തുടർന്നും സഭയ്ക്കും ദേശത്തിനൊക്കെ അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തൊക്കോണം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവവചന പ്രകാരം ജീവിക്കുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. ഞങ്ങളുടെ ഇടവകയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സംഘടനകളെ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, അടുത്ത വർഷം ഇടവക കൺവെൻഷൻ ക്രമീകരിക്കുമ്പോഴും ഒരുമിച്ച് കൂടി വരുവോളം നിൻ്റെ കൃപ അനുഭവിച്ചറിയാൻ തൊക്കോണം ഞങ്ങളെ സഹായിക്കണം. അടുത്ത ആഴ്ചകളിൽ ആരംഭിക്കുന്ന ഭദ്രാസന കൺവെൻഷന് വേണ്ടി, മാറാൻ കൺവെൻഷന് വേണ്ടിയും അതിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുന്നത്, ദൈവവചനം കേൾക്കുന്നത് ദൈവനാമോത്തത്തിനായി തീരുവാൻ തൊക്കോണം സഹായിക്കണം. കുറവുകളെ ഓർക്കരുതേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയുടെ കേൾക്കുമാറാകണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പിതാവും പുത്രനും പരിശുദ്ധരൂഹായുമായ ത്രിയേക ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹങ്ങളും കാവലും പ്രിയമുള്ളവരെ നാം എല്ലാവരോടുകൂടി നാം കേട്ട ദൈവവചനത്തോടുകൂടിയും നമ്മുടെ ജീവിതാനുഭവങ്ങളോടും കൂടിയിരുന്ന് നമ്മുടെ ദൈവം വാഴുന്നുവെന്ന ലോകത്തിൽ ഉച്ചൈസ്വരം ഘോഷിപ്പാൻ നമ്മളെല്ലാവരെയും സഹായിക്കുകയും നമ്മുടെ എല്ലാ കൂട്ടായ്മകളും പ്രത്യേകിച്ച് തുറന്നുള്ള ഭക്ഷണ കൂട്ടായ്മയും വാഴ്ത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഒരു കാര്യം കൂടെ ഓർമ്മിക്കട്ടെ, കൈസ്ഥാന സമിതി ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് വൈകിട്ട് 5:30 കമ്മിറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ അത് ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ ഗായക സംഘം യാത്രാഗീതം ആലപിക്കുന്നു. അതിനുശേഷം ശാന്തമായിട്ട് എല്ലാവർക്കും പിരിഞ്ഞു പോകും. യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. സ്തുതിപ്പിൻ ലോകത്തിൻ പാപത്തെ നീക്കുവാൻ അധിപനായി വന്ന ദൈവകുഞ്ഞാടി. സ്തുതിപ്പിൻ യേശുദേവനെ ഹല്ലേലൂയ പാടി സ്തുതിപ്പിൻ യേശുദേവനെ. Hallelujah.
ശാന്തമായി പിരിഞ്ഞു. താങ്ക് യു.